أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى والدين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്നുണർത്തുകയാണ്. നശ്വരമായ ഈ ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കൃത്യമായ വിചാരണയെ നേരിടേണ്ടവരാണ് നമ്മൾ എന്ന ബോധത്തോടുകൂടി ജീവിതം ചിട്ടപ്പെടുത്തണമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ നേതാക്കൾക്കോ അനുയായികൾക്കോ ഒന്നും പടച്ച റബ്ബിന്റെ കോടതിയിൽ നമ്മെ സഹായിക്കുവാനോ സംരക്ഷിക്കുവാനോ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി അവനവന്റെ പരലോകരക്ഷയ്ക്കാവശ്യമായ സൽക്കർമ്മങ്ങൾ അവനവൻ തന്നെ ആണും പെണ്ണും ഏതു സമയത്തും വന്നെത്തിയേക്കാവുന്ന മരണത്തിനു മുമ്പേ ചെയ്തു വെക്കണമെന്നും അള്ളാഹുവിന്റെ ശിക്ഷ ഭീകരമാണ് എന്നതിനാലും ഏറ്റവും ചെറിയ ശിക്ഷ പോലും അസഹ്യമായതിനാലും ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കുവാൻ ശ്രമിക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരുമിച്ച് കൂടിയതിനെ, പറയുന്നതിനെ, കേൾക്കുന്നതിനെ, ഇതിന് പിന്നിലുള്ള മുഴുവൻ അധ്വാനങ്ങളെയും പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ അമലുകളായി പടച്ച റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ നാടും വീടും വിട്ട് ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരോടും യാത്ര പറഞ്ഞ് നനഞ്ഞ കണ്ണുകളുമായി പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന നമുക്ക്
പ്രവാസ ജീവിതം ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് ലാഭങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. നഷ്ടങ്ങളുടെ പട്ടികയിൽ ബന്ധങ്ങളുടെ വിടവുകളും കണ്ണിൽ നിന്ന് മാഞ്ഞുപോയവരുടെ മുഖങ്ങളുമൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ലാഭങ്ങളുടെ പട്ടികയിൽ നമ്മൾ നേടിയെടുത്ത സമ്പത്തും നമ്മുടെ വീടും നമ്മുടെ വരുമാനങ്ങളുമൊക്കെ നമുക്ക് ചേർത്ത് വെക്കാം. ആ കൂട്ടത്തിൽ ഒരു പ്രവാസിക്ക് കിട്ടുന്ന വലിയ ഭാഗ്യങ്ങളിലൊന്നായി ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇത്തരം സദസ്സുകൾ. ഞാൻ 9 ദിവസമായി ഇന്നേക്ക് ഒമാനിലെത്തിയിട്ട്. ആദ്യത്തെ ദിവസം ബുധനാഴ്ച പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നും നടക്കാത്ത രാത്രിയാണ് വന്നിറങ്ങിയത്. അങ്ങനെ പറഞ്ഞാൽ 8 ദിവസമായി. ഈ 8 ദിവസത്തിന്റെ ഇടക്ക് പല രൂപത്തിലുള്ള 9 പ്രോഗ്രാമുകൾ കഴിഞ്ഞു. ഒരുപക്ഷെ നിങ്ങളൊക്കെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അതിൽ പങ്കെടുക്കുന്നവരായിരിക്കില്ല ഈ സദസ്സിലുള്ള പലരും. പക്ഷേ പ്രവാസ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിലൊന്ന് അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലേറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ ദീനിനോട് ചേർന്ന് നിൽക്കാനും ആ ദീനിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനും പരമാവധി ആ ദീനിന്റെ നിയമങ്ങൾ ജീവിതത്തോട് ചേർത്തു നിർത്താനും പ്രവാസികൾക്ക് സാധിക്കാറുണ്ട് എന്നുള്ളത് തീർച്ചയായും പ്രവാസ ജീവിതത്തിന്റെ മഹാഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. മരണം വരെ ദീനിനോടുള്ള ഈ താല്പര്യം നിലനിർത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വിഷയത്തിന്റെ തലക്കെട്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട തലക്കെട്ടുകളിൽ ഒന്നാണ്. എഫക്റ്റീവ് പാരന്റിംഗ് എന്ന വിഷയത്തെ, ആ ഒരു വിഷയം സംസാരിക്കുന്ന ഒരു 10 സദസ്സുകളിലെങ്കിലും പങ്കെടുക്കാത്ത ആളുകൾ എന്റെ മുമ്പിൽ ഉണ്ടാവില്ല. LKG ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടി അല്ലെങ്കിൽ KG ക്ലാസ്സുകളിൽ ചേർക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളുടെ കൈപിടിച്ച് ഒരു പാഠശാലയിലേക്ക് ചെല്ലുന്നത് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയ പദമാണത്. പല രൂപത്തിലുള്ള പല വീക്ഷണ കോണുകളിലൂടെ പല വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒട്ടനേകം ക്ലാസ്സുകളും പഠനാർഹമായ പ്രഭാഷണങ്ങളും ഈ വിഷയത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. നേർക്കുനേരെ കേട്ടതിനേക്കാളേറെ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ പുതിയ പുതിയ ആശയങ്ങളും തത്വങ്ങളും സിദ്ധാന്തങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോ നമ്മളൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏട്ടിലെ പശു പുല്ല് തിന്നൂല എന്ന് പണ്ടുള്ളവർ പറഞ്ഞതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ പറയുന്ന സിദ്ധാന്തങ്ങളൊന്നും എന്റെ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ എനിക്ക് നടപ്പാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറ്റുകയില്ല. ഇതൊക്കെ നടപ്പാക്കുന്ന ആളുകൾ ഉണ്ടാവാം. എന്താ ചെയ്യാ, ഞാനും എന്റെ കുടുംബം ഇങ്ങനെയായില്ലേ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് മനസ്സിലിത്തിരി സങ്കടത്തോടെ നിരാശയോടെ സമാധാനിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളിൽ പലരും. സത്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളുടെ അവസ്ഥ. പുസ്തകത്തിൽ പഠിക്കുന്ന സിദ്ധാന്തങ്ങളും മനോഹരമായി വാചാരമായി അവതരിപ്പിക്കപ്പെടുന്ന ആ നിയമങ്ങളുമൊന്നും നമ്മുടെ മുമ്പിൽ വളരുന്ന കുട്ടികളുടെ കാര്യത്തിൽ നടപ്പാക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞുകൊള്ളണം എന്നില്ല. കാരണം സിദ്ധാന്തങ്ങളും അതിന്റെ പ്രായോഗിക രൂപങ്ങളും രണ്ടും രണ്ടാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന കാര്യം നമ്മുടെ സൃഷ്ടാവായ പടച്ച റബ്ബ് നമുക്ക് ജീവിതം തന്ന, നമുക്ക് കുടുംബത്തെ തന്ന, നമുക്ക് മക്കളെ തന്ന നമ്മുടെ റബ്ബ് ഈ രംഗത്ത് നമ്മളോട് കൽപ്പിച്ച ചില കൽപ്പനകൾ
എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതിന്റെ ആ രൂപം, സത്യത്തിൽ ഇതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്തു ജീവിച്ച വലിയ വലിയ ബുദ്ധിരാക്ഷസന്മാരായ മനഃശാസ്ത്രജ്ഞന്മാരുടെ, നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ സിദ്ധാന്തങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനില്ല. മറിച്ച് മനുഷ്യന് ജീവനും അവന് സഞ്ചരിക്കാനുള്ള വഴിയും ആ വഴിയിൽ അവൻ അഭിമുഖീകരിക്കുന്ന ലാഭവും നഷ്ടവും വേദനയും സന്തോഷവും നിറഞ്ഞ ആ ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ആ റബ്ബ് ആ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ മറികടക്കാമെന്ന് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സങ്കടകരമായ അവസ്ഥ, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ, ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളും ചില ഊടുവഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോ പടച്ച റബ്ബിനെ മാറ്റി നിർത്തി പടപ്പുകൾ നിർദ്ദേശിക്കുന്ന കുറുക്കുവഴികൾ തേടാൻ നമ്മളൊക്കെ പലപ്പോഴും ശ്രമിച്ചതിന്റെ തിക്തഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട സഹോദരൻ സൂചിപ്പിച്ചത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രയാസകരമായ അവസ്ഥകളെ കുറിച്ചാണ്. ഹൃദയങ്ങൾ പകുത്തു നൽകി ഒരു ശ്വാസമായി മാറേണ്ട കുടുംബങ്ങൾ അത് തികച്ചും ഔപചാരികമായ ബന്ധങ്ങളായിട്ട് മാറുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കടന്ന് തമ്മിൽ തട്ടാതെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. വേണ്ട, പ്രണയത്തോടുകൂടി സ്വന്തം ജീവിത പങ്കാളിയുടെ നെഞ്ചത്ത് തലവെച്ച് കിടക്കുമ്പോൾ പോലും സ്വപ്നത്തിൽ കൂടെയുള്ളത് മറ്റൊരു മുഖമായി മാറുക. കുടുംബം പോറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന കുടുംബനാഥനെ കൊട്ടേഷൻ സംഘത്തിന് കൊല്ലാൻ വേണ്ടി കരാറ് നിശ്ചയിച്ച് കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോവുക. തനിക്കും തന്റെ മക്കൾക്കും വേണ്ടി കഷ്ടപ്പെട്ട് അടുക്കളയിൽ പണിയെടുത്ത് മെലിഞ്ഞ് പെൻസിൽ പോലെയായി തീർന്ന തന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് 18കാരിയുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഭർത്താക്കന്മാരുടെ എണ്ണം കൂടുക. ലക്ഷങ്ങൾ മുടക്കി നടത്തുന്ന കല്യാണത്തിന് കല്യാണപ്പന്തലിന്റെ വെള്ളശീലകൾ അഴിച്ചുമാറ്റും മുമ്പ് കഴുത്തിലെ മഹർമാലകൾ പൊട്ടിച്ചെറിഞ്ഞ് ജാതി പോലും നോക്കാതെ മറ്റൊരുത്തന്റെ പിന്നാലെ ഇറങ്ങിപ്പോവുക. ഇതൊന്നും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തില് ഒരു വാർത്തയേ അല്ല. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ടാവാം, നമ്മുടെ അയൽപ്പക്കത്തുണ്ടായിട്ടുണ്ടാവാം, നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്തുണ്ടായിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ കുടുംബജീവിതത്തിന്റെ അലകും പിടിയും വേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ. അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താണെന്നറിയോ? മനുഷ്യന്റെ ജീവിതത്തില് സമാധാനം കിട്ടാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചു തന്ന കുടുംബം അസമാധാനത്തിന്റെ തുരുത്തായിട്ട് മാറുക. സമാധാനം തേടി ഇറങ്ങിച്ചെല്ലേണ്ട വീടുകൾ പാതിരാത്രിയായാലും അങ്ങാടിയിലെ ബസ് സ്റ്റോപ്പുകളിൽ കൊതുക് കടി കൊണ്ട് ചമ്രം പടിഞ്ഞിരിക്കുന്ന മനുഷ്യനോട് എന്താ വീട്ടിൽ പോകാത്തത് എന്ന ചോദ്യത്തിന് വീടില്ല എന്നല്ല മറുപടി, വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല എന്നാണ് മറുപടി. കാരണം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് എന്ന് പറയാൻ പറ്റൂല, പണത്തിന്റെ കുറവാണ് എന്ന് പറയാൻ പറ്റൂല, സാങ്കേതിക തികവുകളുടെ കുറവാണ് എന്ന് പറയാൻ പറ്റൂല, ഇതൊന്നും പറയാൻ പറ്റൂല. പിന്നെ പറയാൻ പറ്റുന്ന ഒരൊറ്റ കാരണമേ ഉള്ളൂ, സഞ്ചരിക്കേണ്ട വഴിയിൽ നിന്ന് എവിടെയോ നമ്മുടെ സഞ്ചാരത്തിന് ചെറിയ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ആ തകരാറ് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മനോഹരമാകുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ അനുഭവിക്കുന്ന സകലമായ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി ഒരു മാർഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും ഭൂമിയിൽ വന്നിറങ്ങുമ്പോ അവർക്കുള്ള നിർദ്ദേശം എന്ന് മാത്രമല്ല, ഖിയാമത്ത്
ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്കുള്ള ഒരു ബോധവൽക്കരണമായിട്ടാണ് പടച്ച റബ്ബിന്റെ ആ നിർദ്ദേശം. എന്നിൽ നിന്ന് നിങ്ങൾക്ക് മാർഗദർശനങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്റെ ആ മാർഗനിർദ്ദേശങ്ങളെ ആരാണോ പിൻപറ്റുന്നത്, ആരാണോ അതനുസരിച്ച് ജീവിക്കുന്നത്, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടേണ്ടി വരൂല, അവർക്ക് ദുഃഖിക്കേണ്ടി വരൂല. സമാനമായ ഒരായത്തിൽ അല്ലാഹു പഠിപ്പിച്ചത് ഫമൻ തബിയ ഹുദായ, എന്റെ മാർഗനിർദ്ദേശങ്ങളെ ആര് പിൻപറ്റിയോ, വലാ യളില്ലു വലാ യഷ്ഖാ, അവൻ വഴിപിഴച്ചു പോകൂല, അവൻ ദൗർഭാഗ്യവാനായി തീരുകയും ഇല്ല. 4 കാര്യങ്ങള്. സങ്കടപ്പെടേണ്ടി വരൂല, ഭയപ്പെടേണ്ടി വരൂല, വഴിപിഴച്ചു പോകൂല, ദൗർഭാഗ്യവാനാവൂല. ഈ 4 സ്വപ്നങ്ങൾക്കപ്പുറം, ഈ 4 ആഗ്രഹങ്ങൾക്കപ്പുറം എന്താഗ്രഹമാണ് ഭൂമിയിലെ മനുഷ്യരെ നമ്മുടെ മനസ്സിലുള്ളത്? സങ്കടപ്പെടാത്ത ഒരു ജീവിതം വേണം, ഭയപ്പാടില്ലാത്ത ഒരു ജീവിതം വേണം, വഴിപിഴച്ചു പോകാത്ത ഒരു ജീവിതം വേണം, ദൗർഭാഗ്യങ്ങൾ വേട്ടയാടാത്ത ഒരു ജീവിതം വേണം. ഈ 4-ലപ്പുറം വേറെ എന്തൊരു സ്വപ്നമാണ് നമ്മുടെ മനസ്സിലുള്ളത്? ഈ 4 സ്വപ്നങ്ങളുടെ സാക്ഷാത്കരണത്തിന് നമ്മുടെ സൃഷ്ടാവ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ, പ്രസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ, വിഭാഗത്തിന്റെ നേതാവല്ല. നമ്മളെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തിലെ ഓരോ സെക്കൻഡുകളും എങ്ങനെയാവണമെന്ന് നിർണയിച്ച ആ പടച്ച റബ്ബ് പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഇതാ കൃത്യമായി തന്നിരിക്കുന്നു. ആ നിർദ്ദേശങ്ങളെ ആരാണോ പിൻപറ്റി ജീവിക്കുന്നത് അവർക്ക് ഈ പറയപ്പെട്ട സൗഭാഗ്യങ്ങൾ പ്രപഞ്ചത്തിന്റെ റബ്ബ് വാഗ്ദത്തം ചെയ്യുന്നു. അല്ലേ? അതുകൊണ്ട് ഇവിടെ എഫക്റ്റീവ് പാരന്റിംഗ് എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ഇന്ന് ഞാനും നിങ്ങളും അടക്കമുള്ള ഓരോ കുടുംബങ്ങളും കേൾക്കുവാൻ ഏറ്റവുമേറെ താല്പര്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നായ ഈ വിഷയം മാറാനുള്ള കാരണം എന്താ അറിയോ? രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മുടെ മക്കളെ കുറിച്ച് ചില ഭയപ്പാടുകൾ നമ്മുടെ ഉള്ളിൽ കൂടുകൂട്ടിയിട്ടുണ്ട്. നമ്മുടെ മക്കളെ കുറിച്ച് ചില ഭയപ്പാടുകൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൂടുകൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭയപ്പാട് രൂപപ്പെടാനുള്ള കാരണം നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും സംഭവ വികാസങ്ങളുമാണ്. എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും, ആരൊക്കെ എത്ര സുരക്ഷിതമായ വഴികൾ ഒരുക്കിയിട്ടും വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയുടെ അവസ്ഥ നമ്മളെ സന്തോഷിപ്പിക്കുന്ന അവസ്ഥയല്ല. ആ തലമുറകളുടെ കൂട്ടത്തിലേക്കാണ് നമ്മുടെ കുട്ടിയും നടന്നു പോകുന്നത് എന്നത് നമ്മുടെ മനസ്സിനെ ഇത്തിരി വ്യാകുലപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ മക്കളെ ഞാൻ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് ആരാണോ പറഞ്ഞു തരുന്നത് അത് കേൾക്കാൻ നമ്മൾ റെഡിയാണ്. അതിന് എത്ര പണം കൊടുക്കാനും അതിനുവേണ്ടി എത്ര ഇരിക്കാനും നമ്മൾ റെഡിയാണ്. ആ ഇരുത്താണ് ഇപ്പൊ ഇരിക്കുന്ന ഇരുത്തോ എനിക്കറിയാം. ഒരാഴ്ചയുടെ ജോലി കഴിഞ്ഞ് അതിന്റെ കഠിനാധ്വാനം കഴിഞ്ഞ് വീണ് കിട്ടിയ ഒരു ഒഴിവു ദിവസത്തിന്റെ ഇത്തിരി സമയം നമ്മൾ ഇവിടെ വന്നുകൂടിയത് വേറെ ഒന്നിനുമല്ല, മനസ്സിലെ ചില പ്രയാസങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടിയെങ്കിലോ എന്ന ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിശ്ചയിച്ച ചില മാർഗദർശനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അത് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. പുതിയ തലമുറ എന്ന് പറയുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ആരോടും പ്രത്യേകിച്ച് കടപ്പാടില്ലാത്ത, ആരോടും പ്രത്യേകിച്ച് ബാധ്യതകളില്ലാത്ത, സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും യാതൊരു കെട്ടുപാടുകളുമില്ലാത്ത, സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ കൊതിക്കുന്ന ഒരു പുതിയ തലമുറ. അവിടെ മാതാപിതാക്കൾ എന്നില്ല, അവിടെ ഗുരുനാഥന്മാർ എന്നില്ല, അവിടെ ആദരിക്കപ്പെടേണ്ടവരെന്നോ ബഹുമാനിക്കപ്പെടേണ്ടവരോ എന്നില്ല. വല്ലാത്ത ഒരവസ്ഥ നമ്മുടെ ചുറ്റുപാടിൽ സംജാതമാകുന്നുണ്ട്.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുട്ടികളുടെ രക്ഷിതാക്കളെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മളോട് പറയുന്ന ആ മാർഗനിർദ്ദേശങ്ങൾ എന്താണ് എന്ന് ഒരു മണിക്കൂർ സമയം ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാൻ ശ്രമിക്കാം. 9:15 10:15 ഏകദേശം എന്റെ വിഷയം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുക എന്നത് ഏതൊരു മനുഷ്യന്റെയും, അവൻ എത്ര ദുഷിച്ചവനാവട്ടെ, അവന്റെ മനസ്സിന്റെ ഉള്ളിലെ വല്ലാത്ത ഒരാഗ്രഹമാണ് കുട്ടികൾ ഉണ്ടാവണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന ഒരവസ്ഥയിൽ അവർ അനുഭവിക്കുന്ന മാനസികമായ ക്ലേശങ്ങളും പ്രയാസങ്ങളും കുറച്ചൊന്നുമല്ല. അതിനുവേണ്ടി അവർ ചെലവഴിക്കുന്ന പണത്തിനും അധ്വാനത്തിനും കണക്കില്ല. ഇത് നമ്മൾ മാത്രമല്ല, എല്ലാ മനുഷ്യന്മാരും. പ്രവാചകന്മാരൊക്കെ, ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും ശ്രേഷ്ഠന്മാരായ ആ പ്രവാചകന്മാരൊക്കെ സന്താനങ്ങളില്ലാതെ വന്നപ്പോ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പേജുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വഷ്തഅല റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. പടച്ചോനെ, വയസ്സായി മുടിയൊക്കെ നരച്ച് വെളുത്ത് തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് എല്ലുകളൊക്കെ നുരുമ്പി നേരെ നിൽക്കാൻ വഴിയാത്ത വിധം കുനിഞ്ഞ് കൂനിപ്പോയിട്ടുണ്ട് റബ്ബേ. പക്ഷേ ഈ സമയത്ത് പോലും എനിക്കൊരു കുട്ടിയെ തരണേ റബ്ബേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ എന്റെ മനസ്സിന് യാതൊരു പ്രയാസമല്ല പടച്ചോനെ. ഇനിയിപ്പോ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, ഇത്ര വയസ്സായിട്ട് ഇനിയിപ്പോ ഒരു കുട്ടി ഉണ്ടാവൂലല്ലോ എന്ന ഒരു നിരാശ എന്നെ ബാധിച്ചിട്ടേ ഇല്ല. ഇപ്പോഴും ഞാൻ ഇതാ റബ്ബേ നിന്നോട് പ്രാർത്ഥിക്കുന്നു, സ്വാലിഹായ ഒരു കുട്ടിയെ തരണേ റബ്ബേ. ഏതാണ് പ്രായനരങ്ങള്? അങ്ങനെ ഒരു മനുഷ്യൻ പടന്ന് പ്രാർത്ഥിക്കണേ കണ്ടാലേ നമ്മൾ ചിരിച്ചു പോവും. ആ പ്രായത്തിലാ പ്രാർത്ഥിക്കണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, അങ്ങനെ എത്ര പ്രവാചകന്മാരുടെ പ്രാർത്ഥന, സ്വാലിഹായ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ അതിനെ മനോഹരമാക്കുന്നുണ്ട്. അപ്പോ കുട്ടികൾ ഉണ്ടാകുവാനുള്ള വല്ലാത്ത അഭിവാഞ്ച ഏതൊരു മനുഷ്യന്റെയും കൂടപ്പിറപ്പാണ് എന്നർത്ഥം. നമുക്കുണ്ട് അങ്ങനെ ആഗ്രഹം. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അല്ലാഹു തആല നമുക്ക് കുട്ടിയെ തന്നു, അല്ലെങ്കിൽ തരാനിരിക്കുന്നു. രണ്ടായാലും അത് അള്ളാന്റെ തന്നെ കിട്ടണം. ആ കുട്ടികളെ അല്ലാഹു തആല നമുക്ക് തരുമ്പോ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് കുട്ടികളെ തരുന്നത് ഒരു അമാനത്തായിട്ടാണ്. എന്താ അമാനത്ത് പറഞ്ഞാല്? അമാനത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതിനാണ് അമാനത്ത്. ഞാൻ ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചത്, അവള് ഇവിടെ വെക്കണം കേട്ടോ, ഇന്ന ആള് വരുമ്പോ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചാൽ അത് ഒരു അമാനത്താണ്. ഇതാ ഒരു കാര്യം നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഒരാളോട് പറഞ്ഞാൽ അതൊരു അമാനത്താണ്. മക്കൾ ഒരു അമാനത്താണ്. ആരെ ഏൽപ്പിച്ച അമാനത്താണ്? അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ്. ഈ ലോകത്ത് മനുഷ്യന്റെ വർഗം നിലനിൽക്കുവാനും പുതിയ ഒരു തലമുറ ഈ ലോകത്ത് നിലനിൽക്കുവാനും വേണ്ടി അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ് മക്കള്. അതുകൊണ്ട് തോന്നിയതുപോലെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമല്ല, നമുക്കിഷ്ടമുള്ള പോലെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമല്ല. അല്ലാഹുവാണ് തന്നത്, അത് അല്ലാഹു തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യും. അതുവരെ ആ മക്കളെ നമ്മളോട് ചേർത്ത് നിർത്തുന്നതും ആ റബ്ബ് തന്നെയാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ, ആ മകളുടെ കുട്ടി രോഗം ബാധിച്ച് വല്ലാത്ത അവസ്ഥയിൽ കിടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞയച്ചു. മകള്, പാപ്പാനോടൊന്ന് വരാൻ പറയണം, കുട്ടിക്ക് തീരെ സുഖമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു തിരക്കിലായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ ഒരാളെ തന്റെ മകളുടെ അടുത്തേക്ക്
പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, എന്റെ മകളോട് എന്റെ സലാം പറയണം, അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയണം, അള്ളാഹു തന്നത് അള്ളാഹു തിരിച്ചെടുക്കും, അതിന്റെ പേരിൽ വല്ലാതെ വേദനിക്കരുത്. അള്ളാഹു തന്ന മക്കളെ അള്ളാഹു താല തിരിച്ചെടുക്കും. ഒരുപക്ഷെ നമ്മുടെ കണ്ണടയും മുമ്പ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണടഞ്ഞതിന് ശേഷം എന്തായാലും അള്ളാഹു താല തിരിച്ചു വിളിക്കും. അതിന്റെ ഇടക്ക് ആ റബ്ബ് നമ്മളോട് ചില മാർഗങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാർഗത്തില് നമ്മൾ ആ മക്കളെ വളർത്തേണ്ടവരാണ്. നമ്മൾ അതെങ്ങനെയും വളർന്നോട്ടെ എന്ന് കരുതി അവരെ ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയേണ്ടവരല്ല. നമ്മളെ റബ്ബ് ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ കുട്ടി. അതുകൊണ്ട് നമ്മുടെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ആ മക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് തന്നെ. അത് ഏറ്റെടുത്തവരാ നമ്മള്, അത് ഏറ്റെടുത്തോരാ. അമാനത്താണ് മക്കള്. 2, നമ്മുടെ മക്കള് ഒരു ഫിത്നയാണ്. എന്താ ഫിത്ന എന്ന് പറഞ്ഞാല്? പരീക്ഷണമാണ് മക്കള്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വഅലമു, നിങ്ങൾ അറിയണം അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ഒരു പരീക്ഷണമാണ്. എന്താ പരീക്ഷണത്തിന്റെ പ്രത്യേകത? പരീക്ഷണത്തിന്റെ പ്രത്യേകത എന്നത്, പരീക്ഷണം നടന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം എന്താണോ, റിസൾട്ട് എന്താണോ, അതാണ് പ്രധാനം. അല്ലെ? ഏതൊരു പരീക്ഷയും പരീക്ഷയുടെ റിസൾട്ടാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. പരീക്ഷ എഴുതുന്നത് അതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയാ. ഒരു പരീക്ഷണം നടത്തുന്നത് അതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയാ. അതുകൊണ്ട് അല്ലാഹു പറയാനേ, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. അതെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്തിനാ വളർത്തുന്നത്? എനിക്ക് വയസ്സാവുമ്പോ താങ്ങാവാനല്ല, ഞാൻ കുഴങ്ങുമ്പോ എന്നെ സഹായിക്കാനല്ല, ഞാൻ കിടക്കുമ്പോ എന്നെ സംരക്ഷിക്കാനല്ല. ഇതൊക്കെയാണ്. പക്ഷെ അതിന്റെ അപ്പുറം ഒന്നുണ്ട്. ഈ മക്കളെ വളർത്തിയതിന്റെ ഗുണഫലം, അതിന്റെ നന്മ അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് കിട്ടണം. അതാണ് അള്ളാഹുവിന്റെ അടുക്കലാണ് മഹത്തായ പ്രതിഫലമുള്ളത്. അപ്പോ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് ഈ ദുന്യാവില് നമ്മുടെ കണ്ണടയും വരെ ആ മക്കള് നമുക്ക് താങ്ങാവാനും കൂട്ടാവാനും മാത്രമാവരുത്. അതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എന്റെ മക്കൾ എനിക്ക് പ്രതിഫലമായി മാറണം. ഞാൻ ഈ മക്കളെ വളർത്തിയതിന്റെ പ്രതിഫലം നാളെ റബ്ബിന്റെ അടുക്കൽ എനിക്ക് കിട്ടണം. അപ്പൊ ഒരു സമാധാനമുണ്ട്. എന്താണ്? നമ്മൾ കഠിനമായി ശ്രമിച്ചിട്ടും നമ്മുടെ മക്കള് നന്നായില്ല, ഓര് തോന്നിയതുപോലെ നടന്നു. നിരാശപ്പെടണ്ട, നമുക്ക് അതിന്റെ കൂലി അവിടെ കിട്ടും. നമ്മളെ മക്കള് നന്നായില്ല, അത് സങ്കടം തന്നെ. പക്ഷേ ആ മക്കളെ നമ്മൾ നന്നാക്കാൻ അതികഠിനമായി പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമം അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് കൂലി വാങ്ങിത്തരും. പക്ഷെ എന്ത് വേണമെന്നറിയങ്ങള്? അള്ളാന്റെ കൂലി കിട്ടുന്ന വളർത്തലാവണം. വളർത്തണേ, എന്റെ മോന് സിനിമാ നടിയെ പോലെ സുന്ദരിയാവണം, എന്റെ മോന് ഷാരൂഖ് ഖാനെ പോലെ ആവണം, എന്റെ മോന് അയാളെപ്പോലെ പണമുണ്ടാക്കുന്ന ആളാവണം, എന്റെ മോന് അയാളെപ്പോലെ അധികാരമുള്ള ആളാവണം എന്നാഗ്രഹിച്ച് വഴിവിട്ട വഴിയിലൂടെ നമ്മുടെ മക്കളെ വളർത്തുമ്പോഴേ ദുന്യാവും പോവും, അള്ളാന്റെ പരീക്ഷയിൽ നമ്മൾ തോൽക്കും ചെയ്യും. നാളെ പരലോകത്ത് ദുരന്തപൂർണമായ ഒരു നരകം നമ്മളെ കാത്ത് വാപൊളിച്ചിരിക്കുകയും ചെയ്യും. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് അല്ലാഹു തആല മക്കളെ തന്നിക്കണമെങ്കിലേ ആ മക്കളെ കൊണ്ട് നമുക്ക് ലാഭമുണ്ടാക്കാൻ പറ്റും, നേട്ടമുണ്ടാക്കാൻ പറ്റും. ആ നേട്ടം പാരത്രികമായ നേട്ടമാണ്. ആ നിലക്ക് മക്കളെ കൈകാര്യം ചെയ്യണം. എനിക്ക് അല്ലാഹു ചിലപ്പോ നല്ല ബുദ്ധിയുള്ള മക്കളെ തന്നേക്കും, ചിലപ്പോ അല്ലാഹു ബുദ്ധി കുറഞ്ഞ മക്കളെ തന്നേക്കും, ചിലപ്പോ നല്ല സൗന്ദര്യമുള്ള മക്കളെ തന്നേക്കും, ചിലപ്പോ സൗന്ദര്യം ഇല്ലാത്ത മക്കളെ തന്നേക്കും, ചിലപ്പോ പറഞ്ഞാൽ കേൾക്കുന്ന മക്കളെ തരും, ചിലപ്പോ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളെ തരും. എന്തിനാണ്? അതിനെ പരീക്ഷിക്കണം.
എങ്ങനെയുണ്ട് എന്റെ പെരുമാറ്റം, എങ്ങനെയുണ്ട് എന്റെ ഇടപാട്, എങ്ങനെയുണ്ട് എന്റെ പ്രവൃത്തി, ഞാൻ അള്ളാഹുവിനോട് നീതി കാണിക്കുന്നുണ്ടോ, ഞാൻ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുന്നുണ്ടോ, ഇത് പരീക്ഷിക്കാനാ അള്ളാഹു എനിക്ക് മക്കളെ തന്നത്. എന്റെ ഈമാൻ പരിശോധിക്കാനാ. എനിക്ക് അള്ളാഹുവിനോടുള്ള ആ നന്ദിയുടെ ആഴം എത്രയുണ്ട് അത് പരിശോധിക്കാനാ മക്കളെ തന്നെ. 3, നമ്മുടെ മക്കള് നമ്മുടെ ശത്രുവാണ്. നമ്മുടെ മക്കള് നമ്മുടെ ശത്രുവാകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറുഹും. ശരിക്ക് കേൾക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യന്മാരെ, കള്ളുടിയന്മാരെന്നല്ല, മറ്റുള്ളവരെന്നല്ല, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ ഈമാനുള്ള മനുഷ്യന്മാരെ, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും, നിങ്ങളുടെ ഇണകളുടെ കൂട്ടത്തിൽ, അതാണിന് പെണ്ണും പെണ്ണിന് ആണും ആവാം, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, ജാഗ്രതയോടുകൂടി ഇരിക്കണം. മക്കള് നമ്മുടെ ശത്രുവാ. അതെങ്ങനെയാ മക്കള് നമ്മളെ ശത്രുവാ? ഓല് നമ്മളെ വെടിവെച്ച് കൊല്ലുന്നല്ല, ഓര് നമ്മുടെ ഭക്ഷണത്തിൽ വിഷം കലക്കി തരുന്നല്ല, ഒരു വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നല്ല. അതല്ല ഈ ശത്രു. നമ്മൾക്ക് കിട്ടുവാൻ സാധിക്കുമായിരുന്ന ആ സ്വർഗത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് നരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ മക്കളും കാരണമായേക്കും. മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികള്, ഇണകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങള്, അത് നമുക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ പരാജയവും നരകവും വാങ്ങി തന്നേക്കാം. അപ്പോൾ ആ മക്കള് നമ്മളെ ശത്രുവാ. അപ്പാ നിങ്ങൾ അത് ചെയ്യോ? മക്കളെ അത് ചെയ്യാൻ പറ്റൂല, തെറ്റാണ്. അവന്റെ വാപ്പ നിങ്ങൾ തരൂലെങ്കിൽ ചെയ്യൂലെങ്കിൽ ഞങ്ങൾ തെറ്റി എന്ന് പറഞ്ഞ് മക്കള് മുഖം വീർപ്പിച്ച് അപ്പുറത്ത് പോയിരിക്കുമ്പോ എന്നാ പോരി പോകുക എന്ന് പറഞ്ഞ് ആ വഴിയിലേക്ക് നമ്മൾ നടക്കുമ്പോഴേ നമ്മുടെ മക്കള് നമ്മുടെ ശത്രുക്കളാവുക. നമുക്ക് കിട്ടുന്ന സ്വർഗം തട്ടിത്തെറിപ്പിച്ച് നമ്മളെ നരകത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോകും ഇണകളും മക്കളും. അതുകൊണ്ട് ഫഹ്ദറൂഹും, ജാഗ്രത കാണിക്കണം എന്നാ പറഞ്ഞേ. ജാഗ്രത കാണിക്കണം മക്കളുടെ കാര്യത്തില്. തീർന്നില്ല, മക്കള് അനുഗ്രഹമാണ്. അനുഗ്രഹമാണ് മക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എത്ര വലിയ കോടീശ്വരനായ മനുഷ്യനാവട്ടെ, അവന്റെ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിൽ അവന്റെ വിരൽ തുമ്പത്ത് അനുഭവപ്പെടുന്ന ഒരു ചെറിയ ഒരു മിടിപ്പുണ്ട്. ആ മിടിപ്പ് നിന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യന് അവൻ ഉണ്ടാക്കിയതൊക്കെ അന്യമാണ്, ഒന്നും കൂടെ കൊണ്ടുപോല. അവന്റെ ശരീരം മണ്ണിൽ വെച്ച് ആളുകൾ മടങ്ങിപ്പോരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, 3 കാര്യങ്ങൾ മാത്രമാണ് അവന് ബാക്കി ഉണ്ടാവുക. അവന്റെ പറമ്പോ സ്വത്തോ വാഹനമോ അധികാരമോ അവന്റെ ബന്ധങ്ങളോ ഉണ്ടാവില്ല, എല്ലാവരും മടങ്ങിപ്പോരും. ബാക്കിയാകുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. വേറെ ആരും ഉണ്ടാവില്ല. നമ്മുടെ ജോലി, നമ്മുടെ പത്രാസ്, നമ്മുടെ സ്ഥാനം, നമ്മുടെ പണം, നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ അധികാരം, നമ്മുടെ കുടുംബം, ഇതൊന്നും ഉണ്ടാവില്ല. നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെട്ട് ഒറ്റക്ക് ഒരു യാത്രയിലേക്ക് പോ. എത്ര സുഖമുണ്ടെങ്കിലും ഉണ്ടല്ലോ, ആ സുഖമൊന്നും നമുക്ക് കിട്ടൂല. ഞാന് ഒരു വലിയ പണക്കാരനായ ഒരു മനുഷ്യന്റെ, അയാൾ മരണപ്പെട്ടപ്പോ ആ മയ്യത്ത് മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നീക്കിക്കൊണ്ടിരിക്കുക. മഴ ഇങ്ങനെ പെയ്യാൻ നിൽക്കുക. ഞങ്ങൾ അയാളുടെ മയ്യത്തുമായി പെട്ടെന്ന് പള്ളിയിലേക്ക് ഓടി മയ്യത്ത് നിസ്കരിച്ച് ഖബറിലേക്ക് വെക്കാൻ വേണ്ടി മയ്യത്ത് മക്ബറയിലേക്ക് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് ഖബറിലേക്ക് വെച്ച് ഞങ്ങൾ മണ്ണ് വാരിയിട്ട് തസ്ബീത്ത് ചൊല്ലി തുടങ്ങിയപ്പോഴേക്ക് പെരും മഴ പൊളിഞ്ഞു വീണ് ആളുകളൊക്കെ പല ഭാഗത്തേക്ക് ഓടി. ഖബർ കുഴിച്ച ആളുകള് മണ്ണ് കോരിയിട്ട് ഖബറിന്റെ പണി പൂർത്തിയാക്കാൻ തുടങ്ങി. ഓടിപ്പോയ ആളുകള്, ചില ആളുകൾ അങ്ങാടിയിലേക്ക് ഓടി, ചില ആളുകൾ പള്ളിയിലേക്ക് ഓടി. ഞാനൊക്കെ ഓടിക്കേറിയത് പള്ളിയുടെ അടുത്തുള്ള ഈ മനുഷ്യന്റെ, ഈ മരിച്ച മനുഷ്യന്റെ വീട്ടിലേക്കാ.
അയാളുടെ കാർ പോർച്ചില്, സൺസൈഡിനു താഴെ, വരാന്തയിലൊക്കെ ഒരുപാട് ആളുകൾ മഴ കൊള്ളാതെ ഇങ്ങനെ നിൽക്കുക. ബന്ധുക്കളും മക്കളും ഒക്കെ വീട്ടിന്റെ ഉള്ളിലുണ്ട്. കാറ്റടിച്ചപ്പോ മഴവെള്ളം ഉള്ളിലേക്ക് ചീറ്റിപ്പോകാതിരിക്കാൻ ആരോ വീടിന്റെ ജനാലകൾ അടച്ചു. ആ വീടിന്റെ കാർ പോർച്ചിൽ നിന്ന് ഞാനിങ്ങനെ നോക്കി. കോടി വിലമതിക്കുന്ന ഒരു വീട്, അതിന്റെ മുറ്റം, അതിന്റെ ലാൻഡ്സ്കേപ്പിംഗ്, അതിലെ ഗാർഡനിങ്, അതിലെ ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഒക്കെ പൂർണ്ണമാണ്. ഒരു ബാക്കിയില്ല, ഒരു ചെറിയ പഴുത് പോലും ബാക്കിയില്ല. എല്ലാം പൂർണ്ണമാണ്. ആ പൂർണ്ണമായ വീടിന്റെ ഉടമസ്ഥനാണ് ഈ മരിച്ചത്. ഞാൻ എന്റെ നോട്ടം അയാളുടെ മതിലിന്റെ അപ്പുറത്തുള്ള ആ പള്ളിപ്പറമ്പിലേക്ക് നീണ്ടപ്പോ പെരും മഴയത്ത് ഞങ്ങൾ മണ്ണ് വാരിയിട്ട് പോന്ന ആ ഖബറിന്റെ പണി തീർത്ത് ജോലിക്കാര് ആയുധങ്ങൾ തോളിൽ വെച്ച് തിരിച്ചു പോകുന്ന കാഴ്ച ഞാൻ വെറുതെ ഞാൻ ആലോചിച്ചു, പടച്ചോനെ, ഒരു 10 മിനിറ്റ് കൂടി മഴ ഈ രൂപത്തിൽ പെയ്യാണെങ്കിലേ ആ ഖബറിന്റെ മേലെയും മഴ പെയ്യുന്നുണ്ട്. ആ ഖബറിന്റെ മേലത്തെ മണ്ണ് ഇളകിയ മണ്ണാണ്. ആ മണ്ണിനിടയിലൂടെ ആ മഴവെള്ളം ഖബറിന്റെ ഉള്ളിലേക്ക് ഊർന്ന് പോകുന്നുണ്ടാവും. ഒരു 10 മിനിറ്റ് കൂടി മഴ നീണ്ടാൽ ഖബറിന്റെ മേലെ വെച്ച സിമന്റ് സ്ലാബിന്റെ വിടവിലൂടെ ആ മണ്ണിലൂടെ ഊർന്നിറങ്ങിയ മഴവെള്ളം ചളിവെള്ളമായി അത് താഴേക്ക് ഉറ്റിക്കൊണ്ടിരിക്കും. ആ വലിയ മനുഷ്യന്റെ നെഞ്ചിലേക്ക്, അയാളുടെ മുഖത്തേക്ക്, അയാളുടെ മുഖത്ത് ചേർത്ത് വെച്ച, അയാളുടെ മുഖത്തോട് ചേർത്ത് വെച്ച ആ വെളുത്ത പഞ്ഞിയുണ്ടല്ലോ, അത് നിമിഷങ്ങൾ കൊണ്ട് ചളിവെള്ളം വലിച്ചു കുടിച്ച ചളിക്കഷ്ടമായിട്ട് മാറും. ഞാൻ വെറുതെ വീണ്ടും ആലോചിച്ചു, പടച്ചോനെ, കോടിക്കണക്കിന് ഉറുപ്പിക കൊണ്ട് വീടുണ്ടാക്കിയ മനുഷ്യനാണ് അയാൾ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 10 കൊല്ലമായിട്ടില്ല. അരമണിക്കൂർ മുമ്പ് അയാൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. അയാളുടെ ഭാര്യയുണ്ട് ഈ വീട്ടിൽ, അയാളുടെ മക്കളുണ്ട് ഈ വീട്ടിൽ. അവരാണ് കാറ്റടിച്ചപ്പോൾ ചീറ്റലടിക്കാതിരിക്കാൻ വീടിന്റെ ജനവാതിലുകൾ അടച്ചത്. ഞാൻ വീണ്ടും വെറുതെ ആലോചിച്ചു, അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ ഈ വീട്ടിന്റെ ഉള്ളിലുണ്ട്. ഒരാൾക്ക് പോലും തോന്നണില്ലല്ലോ, പടച്ചോനെ, ഞങ്ങളെ ബാപ്പ പള്ളിപ്പറമ്പിൽ മഴയത്താണല്ലോ കിടക്കുന്നത്. ഇങ്ങനെ മഴ പെയ്താല് 10 മിനിറ്റ് കൊണ്ട് ബാപ്പാന്റെ നെഞ്ചിലേക്ക് മഴവെള്ളം തുറ്റി വീഴുമല്ലോ. അതുകൊണ്ട് ഒരു 10 ഉറുപ്പികന്റെ പ്ലാസ്റ്റിക് വാങ്ങിയിട്ട് ബാപ്പാന്റെ ഖബറിന്റെ മേലെ ഒന്ന് വിരിച്ചു കൊടുക്കട്ടെ എന്ന് ആർക്കും തോന്നിയില്ല. തോന്നാൻ പാടില്ല, പക്ഷെ ആർക്കും തോന്നിയില്ലല്ലോ. അത്രേ ഉള്ളൂ നമ്മുടെയൊക്കെ കഥ. നമ്മളിതൊക്കെ കഷ്ടപ്പെട്ട് ഒരിത്തിരി സമയം പോലും ഉണ്ടെങ്കിൽ ആ സമയം പോലും പണമാക്കി മാറ്റാനും, കിട്ടിയ പണം 1 ഉറുപ്പിക കൂട്ടി നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് നാട്ടുകാരുടെ മുഖം സന്തോഷിപ്പിക്കുവാനും നമ്മൾ കഠിനമായി ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, അതൊക്കെ ഒരു തരി പോലും കയ്യിൽ ചേർത്ത് പിടിക്കാതെ നമ്മൾ പോകും ഇവിടുന്ന്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടല്ലോ. എല്ലാരും മടങ്ങിപ്പോന്നാലും പടച്ചോനെ, ഇന്റെ വാപ്പാനോട് കരുണ കാണിക്കണേ, പാപങ്ങൾ പൊറുക്കണേ എന്ന് ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകൻ, ഒരു മകൾ അയാൾക്കുണ്ടെങ്കിൽ ആ പ്രാർത്ഥന സമാധാനത്തിന്റെ ഇളം തന്നലായി ആ ഖബറിന്റെ കൂരിരുട്ടിലേക്ക് കടന്നു ചെല്ലുമെന്ന് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന് സംശയിക്കണ്ട. ആ ഖബറിന്റെ കൂരിട്ടിലെ ഒരാളും കൂട്ടിനുണ്ടാവൂല. പെരും ഇരുട്ടത്ത്, ആ ഇരുട്ടത്ത് നമ്മുടെ മക്കളുടെ പ്രാർത്ഥന ഒരാശ്വാസമായി കടന്നു വരുന്ന പോരെ പിന്നെ എന്താ കിട്ടേണ്ടേ? അല്ലെ? അതാണ് മക്കൾ ഒരനുഗ്രഹമാണ്. ഇപ്പൊ എന്തൊക്കെയാണ് മനസ്സിലാക്കിയേ? ഒന്ന്, കുട്ടികൾ ഒരു അമാനത്താണ്. അള്ളാഹു നമ്മളെ കൃത്യമായിട്ട് ശരിയായിട്ട് പരിപാലിച്ചു കൊള്ളണമെന്ന കരാറിൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ് മക്കൾ. 2, നമ്മുടെ മക്കൾ ഒരു പരീക്ഷണമാണ്. നമ്മൾ എങ്ങനെ വളർത്തുന്നു എന്ന് അല്ലാഹു തആല ശക്തമായിട്ട് പരിശോധിക്കുന്ന ഒരു പരീക്ഷണമാണ് മക്കൾ. 3, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നാളെ പരലോക ജീവിതത്തിൽ നഷ്ടവും ഉണ്ടാക്കിയേക്കാവുന്ന ശത്രുവായിട്ട് നമ്മുടെ മക്കൾ മാറും. 4, എല്ലാവരും പിന്തിരിഞ്ഞു പോരുമ്പോഴും എല്ലാം നഷ്ടപ്പെടുമ്പോഴും ജീവിതത്തിന് ശാന്തിയും സമാധാനവും ഒരുക്കുന്ന സമാധാനത്തിന്റെ ഇളം തന്നലായി ഒരനുഗ്രഹമായി നമ്മുടെ മക്കൾ മാറും.
ഈ 4 കാര്യങ്ങളും നിങ്ങളെ മനസ്സിലാദ്യം ഉണ്ടാവട്ടെ. ഇത് 4ഉം ഇതിലേതെങ്കിലും ഒന്നല്ല, അതിലേതെങ്കിലും ഒന്നാണ് എന്റെ കുട്ടി എന്നല്ല, ഇത് 4ഉം നമ്മുടെ കുട്ടികളാ. ആ കുട്ടി ഇറ്റൊരൊറ്റ കുട്ടിയുള്ളൂ എങ്കിൽ ആ കുട്ടി അള്ളാഹ് ഏൽപ്പിച്ച അമാനത്താണ്. ആ കുട്ടി എനിക്കൊരു പരീക്ഷണാണ്. ആ കുട്ടി മുഖേന എനിക്ക് ദോഷങ്ങൾ വരാം. ആ കുട്ടി എനിക്ക് അനുഗ്രഹമാണ്. ഈ 4 ഇത് ബുദ്ധിയുള്ള കുട്ടിയാവാ, ബുദ്ധി ഇല്ലാത്ത കുട്ടിയാവാ, നല്ല പഠിക്കുന്ന കുട്ടിയാവാ, പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടിയാവാ, ഭംഗിയുള്ള കുട്ടിയാവാ, ഭംഗിയില്ലാത്ത കുട്ടിയാവാ, നല്ല ആരോഗ്യമുള്ള കുട്ടിയാവാ, അംഗവൈകല്യമുള്ള കുട്ടിയാവാ, ഏത് കുട്ടിയായാലും ഈ 4 കാര്യങ്ങളും ആ കുട്ടിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടിയെ നമുക്ക് കിട്ടിയപ്പോ. അതുകൊണ്ട് ഒരു കുട്ടിയെ വളർത്തുക എന്നത് നാട്ടിലെ അങ്ങാടികളിലെ തെരുവ് പട്ടികൾ പ്രസവിച്ചിട്ട് പോയാൽ ആ പട്ടിക്കുഞ്ഞുങ്ങൾ ഒറ്റക്ക് വളരുന്നത് പോലെ വളർന്നു വരേണ്ടവരല്ല നമ്മുടെ മക്കൾ. കൃത്യമായ സംരക്ഷണം, കൃത്യമായ ഉത്തരവാദിത്വം, കൃത്യമായ പരിരക്ഷ, കൃത്യമായ നിരീക്ഷണം നമ്മുടെ കുട്ടികളുടെ മേൽ നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ പല നിലക്ക് നമ്മൾ പരാജയപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്താ പഠിപ്പിച്ചു തന്നത്? കുല്ലുക്കും റാഇൻ, കുല്ലുക്കും റാഇൻ. നിങ്ങൾ ഓരോരുത്തരും ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകളാ. എനിക്കൊരു ഉത്തരവാദിത്വമില്ല, ഞാനങ്ങനെ കാറ്റടിക്കുമ്പത്ത് അപ്പൂപ്പന്താടി പോലെ പോകേണ്ടവനാണ് എന്ന് പറയാൻ ഒരു മനുഷ്യനും കഴിയില്ല. കുല്ലുക്കും റാഇൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നാളെ റബ്ബിന്റെ മുമ്പിൽ അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും. അൽ ഇമാമു റാഇൻ വ മസ്ഊലുൻ അൻ റഅയതിഹി. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആ രാജ്യത്തെ പ്രജകളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനാ. അവരെ കുറിച്ച് നാളെ പരലോകത്ത് അവൻ ചോദിക്കപ്പെടും. വറജുലു റാഇൻ, ഓരോ പുരുഷനും കൃത്യമായ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. വ മസ്ഊലുൻ അൻ റഅയതിഹി, എന്ത് ഉത്തരവാദിത്തമാണോ അവരെ ഏൽപ്പിച്ചത് അത് നിർവഹിച്ചോ ഇല്ലേ എന്ന് നാളെ റബ്ബിന്റെ അടുക്കൽ അവർ വിചാരണ ചെയ്യപ്പെടും. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, തന്റെ ഭർത്താവിന്റെ വീടിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവളാ ഓരോ പെണ്ണും. അതുകൊണ്ട് വമസ്ഊലത്തുൻ അൻ റഅയതിഹി, തന്റെ ഭർത്താവിന്റെ വീട്ടിലുള്ള അല്ലെങ്കിൽ തന്റെ വീട്ടിലുള്ള ആളുകളുടെ അവരോടുള്ള ഉത്തരവാദിത്വം, ഉമ്മാനെ നോക്കിയോ, ബാപ്പാനെ നോക്കിയോ, മക്കളെ നോക്കിയോ, എങ്ങനെ ജീവിച്ചു, എങ്ങനെ ഇടപെട്ടു, നാളെ റബ്ബിന്റെ മുമ്പിൽ അവൾ ചോദ്യം ചെയ്യപ്പെടും. വൽ ഖാദിമു റാഇൻ ഫീ മാലി സയ്യിദിഹി. പ്രവാസി പ്രത്യേകം മനസ്സിലാക്കേണ്ട വാക്കാണ്. തന്റെ ഉടമസ്ഥന്റെ സ്വത്ത്, ആ ഉടമസ്ഥന്റെ സ്വത്തിൽ ജോലി ഏൽപ്പിക്കപ്പെട്ടവനാണ് നിങ്ങളെങ്കിൽ തന്റെ യജമാനന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അതിനെക്കുറിച്ച് നാളെ റബ്ബിന്റെ അടുക്കൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അർബാബിന് മാത്രം കണക്ക് കൊടുത്താ പോരാ. അർബാബിന്റെ കണ്ണ് വെട്ടിച്ചാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. നിങ്ങളെ ഏൽപ്പിച്ച സ്വത്തുണ്ടല്ലോ, ഏർപ്പാടുണ്ടല്ലോ, ജോലിയുണ്ടല്ലോ, ഉത്തരവാദിത്തം ഉണ്ടല്ലോ. വലിയൊരു പ്രയാസങ്ങളെ. അമാനത്ത് എന്നുള്ള വിഷയം ഒന്ന് പഠിക്കണ്ടേ. പേടിച്ചിട്ട് കടന്നുറങ്ങാൻ കഴിയില്ല. എന്റെ കഫീല് അർബാബ് വളരെ സ്ട്രിക്റ്റാ. ശരിക്ക് കണക്ക് നോക്കും, ഒരു റുപ്യന്റെ കണക്ക് വിടാതെ ശരിക്ക് നോക്കും. വലിയ പ്രയാസമുപ്പര കാര്യം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ സന്തോഷിച്ചോളി. ആ കണക്ക് ഇവിടെ തീർന്നിട്ടുണ്ടാവും. മൂപ്പര് കത്തിങ്ങോത്തുന്ന ഏൽപ്പിച്ചൊക്കെ കുഴപ്പമില്ല, ഞാൻ ചെയ്യുമ്പോലൊക്കെ തന്നെയാണ്, മൂപ്പര് ചോദിച്ചാലും പറയലും ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാലേ ഓന്റെ കാര്യം കട്ടപ്പുകയാ. ഓനൊരു കണക്ക് പറയേണ്ട ദിവസം നാളെ വരാണ്ട് പരലോകത്ത്. ബടങ്ങിട്ട് തീർന്നാ കഴിഞ്ഞില്ലേ. എന്റെ മുതലാളി കറക്റ്റാണ്, ഒരു ഉറുപ്പ്യ കിട്ടിയെങ്കിൽ ഒരു ഉറുപ്പ്യന്റെ കണക്കാണ് കൊടുത്ത് അത് ശരിക്കും നോക്കിയിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂങ്കിലേ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളി. ആ ഇടപാട് ബടങ്ങിട്ട് തീർന്നേക്കും. അതല്ല മൂപ്പര് നോക്കണമെന്നില്ല, നമ്മൾ പറയുമ്പോൾ തന്നെയാണ് ഞാൻ ചെല്ലും ഞാൻ പോരുമ്പോ അത് മൂപ്പര് അറിയുന്നില്ല എന്നാണെങ്കിൽ കുടുങ്ങിയ തന്നെ. ഇവിടെ അല്ല, അവിടെ ശരിക്ക് കുടുങ്ങും. 8 മണിക്കൂർ ജോലി ചെയ്യാൻ എന്റെ മുതലാളി എന്നെ ഏൽപ്പിച്ചാണെങ്കിൽ 7.5 മണിക്കൂർ ചെയ്ത് അരമണിക്കൂർ നേരത്തെ ഞാൻ ഇറങ്ങിയാൽ
അതൊരു അമാനത്തിൽ ഞാൻ വരുത്തിയ വീഴ്ചയാ. നാളെ റബ്ബിന്റെ അടുക്കലേ നാളെ അതിന് ഞാൻ കണക്ക് പറയേണ്ടിയിരുന്ന. അപ്പോ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചോ ഇല്ലേ എന്ന് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ശക്തമായ വിചാരണയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നാളെ ഈ ദുന്യാവിന്റെ താങ്ങാവേണ്ട, മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പാവേണ്ട മക്കളെ നിങ്ങളെ ഏൽപ്പിച്ചു എന്നുള്ളതേ അള്ളാഹു ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ലെങ്കിൽ, അത് സത്യസന്ധമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ, ഉത്തരവാദിത്തത്തോടെ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ കുടുങ്ങൂട്ടോ. അതിപ്പോ ഞാന് കുട്ടിയൊക്കെ ഉണ്ട് അവിടെ, അത് ഞാൻ വല്യാപ്പാന്റെ ഇതാക്കി കൊടുത്തേക്ക. നമുക്കിപ്പോ അങ്ങനെ ഓളെ നോക്കി നടക്കാനൊക്കെ പറ്റുമോ? നമുക്കൊരുപാട് പണിയില്ലേ, ഓലങ്ങനെ പൊയ്ക്കോളും എന്ന് പറയുന്ന ചില രക്ഷിതാക്കളെ കാണാറുണ്ട്. വേറെ എന്ത് പണി നിങ്ങൾക്കുള്ളത്? അള്ളാഹു തന്ന മക്കളെ സംരക്ഷിക്കുക എന്നതിനേക്കാൾ വലിയ എന്ത് പണിയല്ലേ? പൈസ ഉണ്ടാക്കി വെക്കലോ, വീടുണ്ടാക്കലോ, കൊട്ടാരുണ്ടാക്കലോ, വാഹനം ഉണ്ടാക്കലോ, ഇതൊന്നും നിങ്ങളല്ല. നിങ്ങൾ ഉണ്ടാക്കിയ വീടിന്റെ ബെഡ്റൂമിലെ നാളെ വേറെ ചില ആൾക്കാർ കടന്നുറങ്ങും. ഒരാളെ വീട്ടിലെ അയാളെ വീടിന്റെ മുറ്റത്തൊരു തെങ്ങിന്റെ തൈ കുഴിച്ചിട്ട്, എന്റെ പ്രശ്നം എന്താ, എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ നിങ്ങള്, ഞാൻ ചില വിഷയം പറഞ്ഞു വരുമ്പോഴേ വിഷയത്തിൽ എത്താൻ ഒരുപാട് ചുറ്റിപ്പോവും. അതെന്താ നിർത്താം. ഒരു വീടിന്റെ മുറ്റത്തൊരു തെങ്ങ് വെച്ചേ, ആ തെങ്ങിങ്ങനെ വളർന്നു വന്നപ്പോ പട്ട അപ്പുറത്തോന്റെ പറമ്പില. ഇയാളും അയാളും നല്ല നിലക്കല്ല, അതുകൊണ്ട് എന്നും പ്രശ്നം. അയാൾ പട്ടവെട്ടും, അയാൾ പട്ട വെട്ടിയപ്പോൾ ഇയാൾ കത്തിയും കൊണ്ട് ചാടും, എന്നും പ്രശ്നം. ആ ഒരു തെങ്ങിൻ തൈന്റെ പേരിലുണ്ടായ അടിക്ക് കണക്കില്ല. അങ്ങനെ ആ തെങ്ങിൻ തൈയും അങ്ങനെ ചൊട്ടിട്ട് അച്ചിങ്ങായിട്ട് കരിക്കായിട്ട് തേങ്ങയായിട്ട് ഇങ്ങനെ വരിക ഉസാറായിട്ട്. അതിന്റെ ഇടയ്ക്ക് ഇയാൾ മരിച്ച്. ആര്? തെങ്ങിൻ തൈന്റെ ഉടമസ്ഥൻ മരിച്ച്. അയാൾ മരിച്ചപ്പോ സ്വത്ത് ഓരി വെക്കണല്ലോ. സ്വത്ത് ഈ വീടും കുറച്ച് സ്ഥലമുള്ളൂ. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും അവിടെ ഓരിക്കാൻ പ്രയാസ. അതുകൊണ്ട് വിറ്റ് കാണ്ട് ഓരിക്കാൻ തീരുമാനിച്ചു. വിറ്റ് അത് വാങ്ങിയത് ആരാരങ്ങള്? തൊട്ടപ്പുറത്തെ പെരക്കാരൻ. ഈ യുദ്ധം ചെയ്ത് അയാൾ നട്ട തെങ്ങുമ്മത്തെ ഒന്നാമത്തെ തേങ്ങ ആരട്ടാരങ്ങൾ? ആ തെങ്ങും തൈ അവിടെ വരാതെക്കാൻ വേണ്ടി ഒന്നാമത്തെ ദിവസം മുതൽ അതിന്റെ പട്ട വെട്ടാൻ നിന്ന മനുഷ്യനാ ഈ തെങ്ങുമത്തെ ഒന്നാമത്തെ തേങ്ങ വെട്ടിയെ. നോക്കാൻ നിങ്ങൾ പടച്ചോന്റെ ഒരു കളി ദുന്യാവില്. പിന്നെ എന്ത് കണ്ടാ നമ്മളൊക്കെ ഇതിന്റെ പിന്നാലെ കൂടുന്നത്? അപ്പൊ ഇതൊന്നും പൈസയും ബംഗ്ലാവും കാറും ഒന്നും നാളെ നമ്മുടേതല്ലാതാകുമ്പോ നമ്മുടേതാകുന്നതാണ് നമ്മുടെ മക്കൾ. ആ മക്കളെ വളർത്തിയെടുക്കുക എന്നതിന്റെ മേലെ ഒരു പണത്തിന്റെ പരുന്തും പറക്കരുത്. മക്കൾ, അതുകൊണ്ട് മക്കളെ നോക്കി അതാരെങ്കിലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ ഇറങ്ങരുത്. ആ മക്കളെ നോക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് തന്നെയാണ്. ഒരു വല്യപ്പാക്കും ഒരു വല്യമ്മാക്കില്ല, ഒരു അമ്മോനും ഒരു അമ്മായിക്കില്ല, ഒരു ഹോസ്റ്റലിനും ഒരു വാർഡനും ഒരു എത്തിങ്ങാനക്കില്ല. നമുക്കാണ് ഉത്തരവാദിത്വം. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ കൺമുമ്പിൽ വളരട്ടെ, നമ്മുടെ ശ്രദ്ധയിൽ വളരട്ടെ, നമ്മുടെ ശബ്ദത്തിന്റെ മുമ്പിൽ വളരട്ടെ അവർ. അപ്പോഴാണ് നമ്മളെ ഉത്തരവാദിത്വം നിർവഹിച്ചവരാവുക. അത് നിങ്ങൾ തിരിച്ചറിയണം. മക്കളെ എവിടെങ്കിലും വിട്ടിട്ട് നമ്മൾ പിന്നെ പൈസ ഒക്കെ ഉണ്ടാക്കി ചെല്ലുമ്പോഴത്തേ മക്കള് നമ്മുടേതല്ലാതായി മാറിയിട്ടുണ്ടാവും. ഓർക്ക് നമ്മുടെ മുമ്പ് നിൽക്കുന്ന ഇഷ്ടല്ല, നമ്മളോട് സംസാരിക്കുന്ന ഇഷ്ടല്ല. അവിടെ മോനെ ചെന്നിട്ട് വന്ന ബാപ്പാന്റെ അടുത്തൊന്ന് ചെന്ന് ഇരിക്ക് എന്ന് ഉമ്മ പറഞ്ഞാലേ ഇപ്പൊ ഇരിക്കൊരൊറ്റ പോക്ക അല്ലേ? ബാപ്പാനെ കുറിച്ച് ഉമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അവനെ നമ്മളെ ബാപ്പ കുറെ കഷ്ടപ്പെട്ടിട്ടോ, കഷ്ടപ്പെടുകയാണ്, മരുഭൂമിയിൽ കഷ്ടപ്പെടുകയാണ്, ഉരുകയാണ്. ബാപ്പാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞു, ബാപ്പ ഞാൻ കോപ്പ കാണാൻ പോവുകയാണ്, ഓൻ ഫുട്ബോൾ കാണാൻ പോയി അറിഞ്ഞ്. ബാപ്പാനെ കുറിച്ച് കേൾക്കണ എന്നെ ഓൻ ഇഷ്ടല്ല. എന്തേ ബാപ്പയാണെങ്കിലോ? ബാപ്പയാണെങ്കിൽ മക്കളെന്ന് വിചാരിച്ച് ഉരുകി 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 ഓരോ രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഫോണൊന്ന് കൊടുക്കും. മോന് അറിയും, പെണ്ണുങ്ങൾ പറയും കൊടുക്കും, കുട്ടിക്ക് ഫോണ് വേണ്ട, ഓൻ തിരിഞ്ഞു കിടക്കും, ഒരു ഫോണ് വേണ്ട. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടാണ്. നിങ്ങൾ നോക്കാണേ, ഒരു 10-18 വയസ്സായ നമ്മുടെ കുട്ടികളൊക്കെ നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ബാപ്പ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമ്മുടെ കവളത്ത് ആ കുട്ടികളൊക്കെ ഒരു ഉമ്മ വെക്കട്ടെ. ദുന്യാവ് മുഴുവനും കിട്ടിയാൽ അതിലേറെ സന്തോഷക്കാര്. പക്ഷെ കിട്ടുമോ നമ്മളെ കുട്ടികളെ? കിട്ടുമോ? ഒരു മഴ പെയ്യുമ്പോ ഒരു കുട പിടിച്ചിട്ടേ
എന്നാണ് ആ വാപ്പാക്ക കൊട കൊണ്ടേ കൊടുക്കുന്ന ഉമ്മ പറഞ്ഞാലേ ഇപ്പൊ മഴയത്ത് കൊടയും കൊണ്ട് വാപ്പാ കൊട കൊടുത്തുകാണ്ട് ഓരൊറ്റ പാച്ചില. എടാ ഇതിൽ നിന്ന ഈ കൊടയിൽ നിന്ന നനയേണ്ട. ബാപ്പാന്റെ ഒപ്പൊക്കെ നിൽക്കുക മോശല്ലേ? നിൽക്കൂല. ബഹുമാനം കൊണ്ടല്ല, ഓന്റെ മനസ്സില് ഒരവജ്ഞയാണ്. എന്തേ കാരണം എന്നറിയോ? ഈ ഗ്യാപ്പാണ്, നമ്മളുണ്ടാക്കിയ ഗ്യാപ്പാണ്, നമ്മളുണ്ടാക്കിയ അകൽച്ചയാണ്. നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുക പള്ളിയിൽ, മദീനത്തിലെ മസ്ജിദ് നബവിയിൽ പ്രസംഗിക്കുക. രണ്ട് കുട്ടികൾ ഇങ്ങനെ മുട്ടൂത്തി ഇങ്ങനെ വീണും നീച്ചും ഇങ്ങനെ വരുന്നുണ്ട്. ഹസനും ഹുസൈനും ആണ്. ഏതാണ് സദസ്വരങ്ങള്? പ്രവാചകനെ പ്രസംഗം നിർത്തി മെഹ്റാബ് എന്നത് ഇറങ്ങിപ്പോയിട്ട് ആ രണ്ട് കുട്ടികളെടുത്തിട്ട് രണ്ടൊക്കത്തും ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ പ്രസംഗിക്കുക. ഞാനൊക്കെ അങ്ങനെ പ്രസംഗിച്ചാല് അന്ന് നിങ്ങൾ ഒഴിവാക്കും, ഞാൻ ഇപ്പുറത്ത് തന്നെ പോയിക്കോട്ടെ അറിയും അല്ലേ? അത്ര സ്നേഹിച്ചുകൊണ്ട് ആ കുട്ടികളെ വളർത്തണേ. സുജൂദിൽ കടന്നിട്ടേ റസൂല് സുജൂദിന് നീണ്ട സുജൂദ്, സഹാബത്ത് സുജൂദ് കിടന്ന് കിട്ടിയ പഠിച്ച ദിക്ർ മുഴുവൻ ചൊല്ലിക്കഴിഞ്ഞ് എന്നിട്ടും സുജൂദിന്ന് തലപൊന്തണില്ല. കുറെ കഴിഞ്ഞപ്പോ സുജൂദിന്ന് പൊന്തി. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ പേര് ചോദിച്ചേ, എന്താ നബി എത്ര നീണ്ട സുജൂദ്, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത സുജൂദ്? നബി പറഞ്ഞേ, സുജൂദ് കടന്നപ്പോ ഒരു കുട്ടി വന്നുകാണ്ട് പെരടി കയറി കുത്തിർന്ന് എന്നാ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നീച്ചു പോയിട്ടാ നബി പൊന്തിയത് അല്ലേ? അതാണ് സ്നേഹം. അത് വാക്കുകളിൽ ഒതുക്കേണ്ടതല്ല. എന്റെ കുട്ടി, നമ്മളൊക്കെ ഇവിടെ ആയിരിക്കെ നമ്മുടെ മോൻ എന്തെങ്കിലും അസുഖമുണ്ട്, മോൾക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞാലേ നമ്മുടെ നെഞ്ചും നുറുങ്ങൂലേ? അന്നത്തൊക്കെ നിസ്കാരത്തിന് ശേഷം നമ്മൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കൂലേ, പടച്ചോനെ എന്റെ കുട്ടിനെ ഇടങ്ങേറാക്കരുതേന്ന് നമ്മൾ പ്രാർത്ഥിക്കൂലേ? ഒരപകടം പറ്റി നമ്മുടെ കുട്ടി ആശുപത്രിയിലാണെന്ന് പറഞ്ഞാല് കുഴപ്പമൊന്നുമില്ലാന്ന് 100 വട്ടം ഭാര്യ വിളിച്ചു പറഞ്ഞാലും നമ്മുടെ മനസ്സ് അംഗീകരിക്കുവോ? പിറ്റേന്ന് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോഴല്ലേ നമുക്കൊരു സമാധാനമുള്ളത്? സ്നേഹത്തിന്റെ ഒരു കൊട്ട നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് കൊടുക്കാൻ നമുക്ക് നേരം കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല, സന്ദർഭം കിട്ടുന്നില്ല. ഇതൊക്കെ കിട്ടുമ്പോ മനസ്സുണ്ടാവണില്ല അല്ലേ? അപ്പോ ഇതൊക്കെ ഒരുമിച്ച് ചേർത്ത് നമ്മുടെ കുട്ടികൾ നമ്മുടെ മുമ്പിൽ വളരട്ടെ. എന്നിട്ടുള്ള പൈസയൊക്കെ മതി, എന്നിട്ടുള്ള കൊട്ടാരൊക്കെ മതി, അത് മതി. എല്ലാം പോടെ ഉണ്ടാക്കിയിട്ട് ഈ ലോകത്തൊന്നും നേടല്ല കേട്ടോ. അപ്പൊ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളായി വളരണമെന്ന വലിയ ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്റെ കുട്ടിയായിട്ട് വളരണം. അവൻ എന്നെ സ്നേഹിക്കണം, അവൻ എന്റെ കൂടെ ഉണ്ടാവണം, അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ വേദനകൾ അവൻ അറിയണം, ഞാൻ ഇല്ലാത്തപ്പോഴും എന്നെ കുറിച്ച് അവൻ സംസാരിക്കണം. ഇതൊക്കെ വേണം. ഇത് കുട്ടികളെ മനസ്സിലൊക്കെ നമ്മളെ കുറിച്ച് വെറുപ്പ് പല കാരണണ്ടേ. കുട്ടി വികൃതി കാട്ടുമ്പോഴൊക്കെ പാവം ഉമ്മ പറഞ്ഞാ കുട്ടി കേൾക്കൂല. അപ്പൊ ഉമ്മ പറയും, ബാപ്പ എന്നിട്ട് വരട്ടെ, ബാപ്പന് വന്നാ എന്റെ കാല് അടിച്ചു മുറിച്ചും, ബാപ്പന് വന്നാ എന്റെ കണ്ണ് പൊട്ടിച്ചു, ബാപ്പന് വന്നാ എന്റെ തല അടിച്ചു പൊട്ടിച്ചു. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഉമ്മ നെട്ടിച്ചത് ബാപ്പാന്റെ പേര് പറഞ്ഞിട്ടാ. അവസാനം ബാപ്പ ഗൾഫിൽ നിന്ന് വരിക, വൈകുന്നേരം 6 മണിക്ക് എയർപോർട്ടിൽ വന്ന് ഇറങ്ങും. വണ്ടി കേൾപ്പിച്ച് പോകാൻ നേരത്തെ മൂത്ത മോൻ പറഞ്ഞു, ഞാൻ ഇല്ലമ്മ, ചെറു തലവേദന. വണ്ടി കയറിയില്ല. ഓൻ അന്ന് ആദ്യമായിട്ട് മഗ്‌രിബ് നിസ്കരിക്കാൻ പള്ളിക്ക് അരമണിക്കൂർ നേരത്തെ 10 റുപ്യ പള്ളിപ്പെട്ടിയിലിട്ട് കണ്ടേ ഓ മനസ്സ് നെഞ്ച് പ്രാർത്ഥിക്കും, പടച്ചോനെ എത്ര വിമാനങ്ങൾ ആകാശത്ത് കൊട്ടിപ്പറഞ്ഞ് വീകുന്നുണ്ട്, ഇന്നത്തെ എയർ ഇന്ത്യ അറബിക്കടലിൽ വീകണേ. കാരണം ബാപ്പട് വരികയാണേ. ബാപ്പ വന്നവന്റെ കാല് മുറിച്ചും, ബാപ്പ വന്നവന്റെ കണ്ണ് പൊട്ടിച്ചും, ബാപ്പ വന്നവന്റെ തല പൊട്ടിച്ചും. പിന്നെ എങ്ങനെയോ പ്രാർത്ഥിക്കാതെക്കുക അല്ലേ? നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹത്തിന്റെ സാഗരം നമ്മുടെ മക്കൾ അറിയുന്നില്ലല്ലോ, അതിന്റെ ആഴം അവർ അറിയുന്നില്ലല്ലോ. അവരെ ഓർത്ത് പാതിരാത്രികളിൽ നമ്മൾ തേങ്ങിക്കരഞ്ഞ ആ കരച്ചിലിന്റെ ശബ്ദം അവർ കേട്ടിട്ടില്ലല്ലോ. നമ്മുടെ തലയിണകളെ നനച്ച ആ കണ്ണീരിന്റെ നനവ് അവരറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അവർക്ക് എന്താ അത്ഭുത ശക്തി ഉണ്ടോ നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട് തിരിച്ചറിയാൻ? എന്റെ ബാപ്പന്നോർത്ത് കരയുന്നുണ്ടാവും, എന്റെ ബാപ്പന്നോർത്ത് അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. അത് കണ്ടെത്താനുള്ള മാസ്മരികമായ കരുത്തൊന്നും നമ്മുടെ മക്കൾക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ കൺമുമ്പിൽ വളരട്ടെ പരമാവധി. അതിന് തീരെ പറ്റാത്ത സമയങ്ങളിൽ മാത്രമേ ആ മക്കള് അകന്നു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ നമ്മുടെ ജീവിതത്തിൽ പാടുള്ളൂ. ആ സമയത്ത് പോലും മക്കളെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊണ്ട്, കൃത്യമായ ഉപദേശങ്ങൾ കൊണ്ട് നമ്മുടെ കൺവെട്ടത്ത് തന്നെയാണ് നമ്മുടെ മക്കൾ വളരുന്നത് എന്ന ബോധം അവരുടെ മനസ്സിലും നമ്മുടെ മനസ്സിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പണ്ടൊക്കെ കത്ത് എഴുതുമ്പോ എന്റെ അധ്യാപകൻ
എപ്പോഴും ഞങ്ങളുടെ ബാപ്പമാര് വരുമ്പോ ബാപ്പാരോട് പറയും, നിങ്ങൾ കുട്ടികൾക്ക് നല്ല കത്ത് എഴുതണം കേട്ടോ. കത്തിന്റെ സ്വാധീനം ചില്ലറന്നല്ലേ എന്ന് വിട്ടിക്കുന്ന വാപ്പാര് കത്തെഴുതുമ്പോ ഒരു പീസ് ഇത് മോന് കൊടുക്കാനാ, അതിലിങ്ങനെ വാപ്പ കണ്ണീരിന്റെ മഷി കൊണ്ട് എഴുതിയൊരു 10 വരി ഉണ്ടാവും. അത് വായിച്ചു തീർക്കുമ്പോഴേക്ക് കണ്ണ് നനഞ്ഞിട്ടുണ്ടാവും. ഇന്നിപ്പോ കത്തില്ല, ഫോണാണ്. ആ ഫോൺ എന്നെ വിളിക്കുമ്പോ മക്കൾ എടുത്തോളന്നില്ല. എടുത്താൽ തന്നെ ഓൻ എന്താടാ സുഖല്ലേ? സുഖാണ്. എന്താ പണി? ഒന്നുമില്ല, വെക്കട്ടെ. ഓൻ വെച്ച് കഴിഞ്ഞ് അല്ലേ? അപ്പോ നമ്മൾ മക്കളെ നന്നായി സ്നേഹിക്കുക, നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവർ അറിയുക, ആ സ്നേഹത്തിലേക്ക് നമ്മൾ അവരെ ചേർക്കുക. ഇതിനൊക്കെ മുമ്പ് ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ നിങ്ങള് മക്കളെ വളർത്തുന്ന കാര്യത്തിലെ ഒരു ഇഖ്ലാസ് വേണം നമുക്ക്. ഏതൊരു കാര്യമാണല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തുന്ന ഏത് കാര്യം അതിന്റെ നീയത്തനുസരിച്ചേക്കാരം അള്ളാന്റെ അടുത്ത് പരിഗണിക്കുക. ഞാന് ഹജ്ജ് ചെയ്യണമെന്ന് കരുതിയിട്ട് മക്കത്തേക്ക് പോയതാ. പക്ഷെ ഞാനൊരു ബൈക്കിന്ന് ഒരു അപകടത്തിൽപ്പെട്ട് മടങ്ങിയാലേ എനിക്ക് ഹജ്ജ് ചെയ്ത കൂലിണ്ടാ. കാരണം ഞാൻ ഹജ്ജിന് വിചാരിച്ചു പോയതല്ലേ, നിന്റെ കാരണം കൊണ്ടല്ലല്ലോ. ഞാൻ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് പോയതാ. പക്ഷെ എന്തോ തടസ്സം കൊണ്ട് പള്ളിക്ക് എത്തിയില്ല. ഞാൻ എത്തിയപ്പോ ഒരു ജമാഅത്ത് കഴിഞ്ഞിരിക്കണ്. എനിക്ക് ജമാഅത്ത് നിസ്കരിച്ച കൂലിണ്ട്. തിങ്കളാഴ്ച നോമ്പ് വെക്കണമെന്ന് നമ്മുടെ സഹോദരി ഭാര്യ അവള് വിചാരിച്ചിരുന്നു, നാളെ നോമ്പ് വെക്കണം. പക്ഷെ എശാ നിസ്കാരം കഴിഞ്ഞപ്പോ അവൾക്ക് ആർത്തവമായി, സങ്കടാവണ്ട, നിങ്ങൾ നോമ്പ് വെക്കാൻ വിചാരിച്ചിരുന്നു, നമുക്ക് കൂലിണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയോട് ഒരു പെണ്ണ് ചോദിക്കുകയാണ്, 27 അല്ലെങ്കിൽ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കരസ്ഥമാക്കണം, ഏത്തിക്കാഫിരിക്കണം, ഖുർആൻ ഓതണം, പള്ളിയിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ ആർത്തവത്തിന്റെ തീയതികൾ ആ ദിവസങ്ങളോട് ചേർന്നു വരുന്നു. അതുകൊണ്ട് ആ തീയതികൾ നീട്ടാൻ വേണ്ടി മരുന്നുകൾ ഉപയോഗിക്കാൻ എനിക്ക് അവകാശമുണ്ടോ, പാടുണ്ടോ എന്നാ ചോദിച്ചത്. മരുന്നുകൾ ഉപയോഗിച്ച് ആർത്തവത്തിന്റെ തീയതികൾ മാറ്റിവെക്കട്ടെ. എന്തിന്? അവസാനത്തെ 10 പുണ്യം നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഖുർആനോദി ആ പുണ്യം കിട്ടാൻ, ആ ദിവസങ്ങൾ നീട്ടി അതിന്റെ ആർത്തവം നീട്ടാൻ വേണ്ടി ഞാൻ മരുന്നുപയോഗിക്കട്ടെ എന്ന ചോദ്യത്തിന് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മറുപടി എന്താ? നിങ്ങള് അള്ളാഹു തന്റെ അടിയാത്തികൾക്ക് നിശ്ചയിച്ചതാണത്, അത് മാറ്റാൻ നിൽക്കണ്ട. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ നീയത്തുണ്ടെങ്കിൽ അള്ളാഹു താല നിങ്ങൾക്ക് ആ നീയത്തിന് കൂലി തരുന്ന. എന്റെ കുട്ടി നല്ല സാലിഹായ കുട്ടിയായിട്ട് വളരണം എന്ന നീയത്ത് മനസ്സിലുണ്ടായി ആ നീയത്ത് പ്രകാരങ്ങൾ പ്രവർത്തിച്ചാല് പിന്നെ നിങ്ങളെ കുട്ടി എന്തായാലും ആ വളർത്തിയതിന്റെ കൂലി നാളെ പടച്ചോണ്ടെത്തി നമുക്ക് കിട്ടുട്ടോ. അതുകൊണ്ട് മനസ്സിൽ ആദ്യമേ നല്ല ഒരു പ്രാർത്ഥന ഉണ്ടാവട്ടെ, പടച്ചോനെ എന്റെ മക്കളെ സ്വാലിഹായ മക്കളാക്കി വളർത്തണേ റബ്ബേ. പ്രവാചകന്മാർ പ്രാർത്ഥിച്ചേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിൽ, പടച്ചോനെ എന്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ റബ്ബേ. നമ്മൾ ഇന്ന് വരെ അങ്ങനെ പ്രാർത്ഥിച്ചോ? എന്റെ കുട്ടിക്ക് IAS കിട്ടണേ, ഓൻ MBBS മസ്റ്റ് സീറ്റ് കിട്ടണേ, ഓന് ജോലി കിട്ടണേ, ഓന് നല്ല കല്യാണം ഉണ്ടാവണേ, നല്ല ജീവിതം ഉണ്ടാവണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പടച്ചോനെ ഞാനും എന്റെ മക്കളും നിസ്കരിക്കണോലാവണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയോ കൂട്ടരെ? ഉണ്ടോ? പടച്ചോനെ സാലിഹായ മക്കളെ തരണേ റബ്ബേ, കൺകുളിർമ നൽകുന്ന മക്കളെ തരണേ റബ്ബേ, ത്വയ്യിബായ മക്കളെ തരണേ റബ്ബേ, അനുസരണയുള്ള മക്കളെ തരണേ റബ്ബേ. എന്താ പ്രവാചകന്മാരെ പ്രാർത്ഥന അറിയങ്ങള്. നമ്മളോ കുട്ടിയില്ലാത്തപ്പോ എന്താ പ്രാർത്ഥിച്ചത്? പടച്ചോനെ ഒരു കുട്ടി തരണേ, ആ കുട്ടിക്ക് വല്ല വിശേഷമോ നമ്മൾ കൊടുത്തോ? നമുക്കൊരു കുട്ടിനെ കിട്ടിയാൽ മതിയേനി, എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയേനില്ലേ? അതുകൊണ്ട് നമ്മുടെ കുട്ടിക്ക് വിശേഷണങ്ങൾ ഉണ്ടായില്ല. വിശേഷണമുള്ള കുട്ടികളെ വളർത്താൻ നല്ല നിയ്യത്ത് വേണം. ഈ നീയത്ത് എപ്പോഴാണ് ഉണ്ടാവേണ്ട നിങ്ങള്? ഈ നീയത്ത് നമ്മളെ കുട്ടികൾ കഞ്ചാവ് വലിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചൊക്കെ ഉണ്ടാണ്ട നീയത്തല്ല. ഈ പ്രക്രിയ ഒരുപാട് പഴക്കമുള്ള പ്രക്രിയ, നീണ്ട പ്രക്രിയ. തുടങ്ങേണ്ടത് എവിടെ നിങ്ങള്? എന്റെ ജീവിതത്തിന്റെ പങ്കാളിയെ കണ്ടെത്തി ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുക. ആ കുടുംബ ജീവിതമാണല്ലോ എന്റെ മക്കൾ ഉണ്ടാവാനുള്ള മണ്ണ്, എനിക്കൊരു കുട്ടി ഉണ്ടാവാനുള്ള മണ്ണ് ഞാനും എന്റെ ഭാര്യയും ചേർന്ന് ഒരുക്കുന്ന ദാമ്പത്യ ജീവിത. അതുകൊണ്ട് നന്നായിട്ട് കൃഷി ഉണ്ടാവാൻ മണ്ണ് നന്നാവണമെന്ന് ആർക്കറിയാത്ത ഈ പാറന്റെ മേലെ ആരും തെങ്ങും തൈ കുഴിച്ചിട്ടില്ലല്ലോ. മണ്ണ് നിലം നന്നാവണം കൃഷി നന്നാവാൻ.
അതിന് ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന ആ ദാമ്പത്യ ജീവിതത്തിൽ നന്നാവലുണ്ട്. അതിന് ഒന്ന് ഇസ്ലാം പറഞ്ഞു, ആണുങ്ങളെ നിങ്ങൾ പെണ്ണ് കെട്ടുമ്പോ സൗന്ദര്യത്തെക്കാളേറെ, തറവാടിനെക്കാളേറെ, പണത്തെക്കാളേറെ ദീനിന് പ്രാധാന്യം കൊടുത്ത് പെണ്ണ് കെട്ടണം കേട്ടോ. പെൺകുട്ടികളുടെ രക്ഷിതാക്കളോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ, ദീനീ ബോധമുള്ള സൽസ്വഭാവമുള്ള ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകൾക്ക് കല്യാണം അന്വേഷിച്ചു വന്നാൽ നമ്മളെ തറവാടിനോട് ഒക്കുവോ, നമ്മളെ പെരനോട് ഒക്കുവോ, കയറി ചെല്ലാൻ പറ്റിയ പെരണ്ടോ, ഓന്റെ വരുമാനം എങ്ങനെയുണ്ട്, നിങ്ങൾ അതോർത്ത് വ്യാകുലപ്പെടണ്ട. ഓൻ പാവപ്പെട്ടവനാണെങ്കിലേ പടച്ചോൻ ഓനെ ധന്യനാക്കും. നിങ്ങളല്ലല്ലോ ഓനെ പണക്കാരനാക്കല്. അതുകൊണ്ട് ദീനുള്ളോൻ വന്നാൽ, സൽസ്വഭാവമുള്ളോൻ വന്നാൽ നിങ്ങളെ മക്കളെ കെട്ടിച്ചു കൊടുത്തോളി എന്നാ പറഞ്ഞേ. ഇത് രണ്ടും നമ്മൾ കേട്ടിട്ടില്ല. അതിന്റെ ദുരന്തം ഒന്ന് നമ്മൾ അനുഭവിക്കും. ഇനി കല്യാണൊക്കെ എന്താലെ കല്യാണം, വിവാഹം എന്നൊക്കെ പറഞ്ഞാലേ മതത്തിൽ എത്ര വിശുദ്ധമായ കർമാരങ്ങള് അല്ലേ. നമ്മളെ കല്യാണൊക്കെ എന്താപ്പോ JCB പുതിയാപ്പളയും പുതിയണ്ണും പോവുക, ആകെ പടക്കം പൊട്ടിച്ച് കല്യാണ പന്തലൊക്കെ എന്തൊക്കെയോ അങ്ങോട്ട് ആകുക. നിങ്ങൾക്കറിയോ, കല്യാണം കഴിഞ്ഞാലേ, നിക്കാഹ് കഴിഞ്ഞാല് ആണും പെണ്ണും ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോ അവരുടെ ആ മണിയറ തന്നെ കൂട്ടിക്കോ, അവിടെ വെച്ച് ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോ ഈ ആണും പെണ്ണും ചെയ്യേണ്ട എന്താ നിങ്ങള്, 5000 വോട്ട്സിൽ പാട്ടിട്ട് കാണ്ട് ചെകിടപ്പിക്കുന്ന മ്യൂസിക്കില് നൃത്തം ചവിട്ടല്ല, പുറത്ത് പടക്കം പൊട്ടിച്ചല്ല, രണ്ടാളും ഒന്നുകൊടുത്തിട്ടേ 2 റക്അത്ത് നിസ്കരിച്ചിട്ടേ പെണ്ണിന്റെ തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ടേ വരൻ പ്രാർത്ഥിക്കണമെന്ന, പടച്ചോനെ എല്ലാ ഹൈറും തരണേ റബ്ബേന്ന്. ഒന്നും കൂടി കെട്ടാൻ തോന്നുന്നു നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പടച്ചോനെ നമ്മളത്തെ കാട്ടി, നമ്മളൊക്കെ ആദ്യരാത്രി ആലോചിച്ച് നോക്കാണി എന്തേനാ രാത്രിന്റെ ഊക്കുന്ന് അല്ലേ. നമുക്ക് ഇസ്ലാം മതം അറിയില്ലല്ലോ. നമ്മളാകെ 5ാം വയസ്സിൽ മദ്രസ ചേർത്ത് 10ാം വയസ്സിൽ മദ്രസ നിർത്തി, അതെന്നെ പെരിയിൽ കല്യാണത്തിലില്ലാത്തന്ന് മാത്രം മദ്രസ പോയത്. എന്നിട്ട് പഠിച്ചത് ഇതന്നെയാണ് ഇസ്ലാം. വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞാലേ അത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ, അതൊക്കെ പുതിയത് ഉണ്ടായതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കൂല അല്ലേ. അത്ര മനോഹരമാണ് ഇസ്ലാമിലെ കല്യാണം. ഭാര്യ ഭർത്താക്കന്മാര് ലൈംഗികമായി ബന്ധപ്പെടുമ്പോ പോലും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പഠിപ്പിച്ച മത ഇസ്ലാം. നീ ഭാര്യയോട് ബന്ധപ്പെട്ട് വീണ്ടും ബന്ധപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ പോയിട്ട് ഒളു എടുത്തു വന്നോ എന്ന് പഠിപ്പിച്ച മത ഇസ്ലാം. ഇതൊക്കെ തട്ടിക്കൂട്ട് പരിപാടിയല്ലേ. പടച്ച റബ്ബ് കൃത്യമായി നിയമം ആവിഷ്കരിച്ച് പരിധി വിട്ട് പുറത്തു പോകാതെ ആ ഇസ്ലാമിന്റെ വഴിയിലൂടെ സഞ്ചരിക്കത്തക്ക വിധം മനോഹരമാക്കിയതാ കുടുംബജീവിതം. പക്ഷെ നമ്മളാ കുടുംബജീവിതത്തിന് വേറെ ചിലരൊക്കെയാണ് മാതൃകയൊക്കെ. വനിതയിൽ എന്താ പറഞ്ഞ്, ഗൃഹരശ്മിയിൽ എന്താ പറഞ്ഞ്, ആ മാധ്യമത്തിൽ എന്താ പറഞ്ഞ്, മഹിളാ യന്ത്രിക എന്താ പറഞ്ഞ്, അതൊക്കെ വായിച്ചു കണ്ടല്ലേ നമ്മൾ കുടുംബജീവിതം സെറ്റാക്കുന്നത്. ഹദീസിനും ഖുർആനൊന്നും പ്രസക്തിയില്ലല്ലോ. അതിന്റെ ദുരന്തമുണ്ട്. നമുക്ക് കുട്ടികൾ പിറക്കും മുമ്പ് ആ കുട്ടികൾ പിറക്കേണ്ട മണ്ണുണ്ടല്ലോ, ആ മണ്ണ് നമ്മൾ പരിശുദ്ധപ്പെടുത്തണം. നല്ല പ്രാർത്ഥനകളിലൂടെ അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ച് നല്ല ഇബാദത്തുകളിലൂടെ ആ ദാമ്പത്യ ജീവിതം മനോഹരമാക്കി. ആ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് നമുക്ക് നല്ല മക്കൾ വളർന്നു വരണം. ആ മക്കൾ വളരുമ്പോ നല്ല ഇഖ്ലാസുള്ള നിയ്യത്ത് വേണം. പടച്ചോനെ എനിക്ക് സാലിഹായ കുട്ടി വേണം കേട്ടോ. ആ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാലേ ആ പ്രാർത്ഥന തീരുന്നില്ല. പിന്നെ നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിച്ച ആ സാലിഹായ കുട്ടിയായി നമ്മുടെ കുട്ടി വളരണം. നമ്മളൊക്കെ 1.5 വയസ്സ് 2 വയസ്സൊക്കെ പ്രായമുള്ള പെൺകുട്ടികളുടെ ഡ്രസ്സ് നോക്കണ്ടി. ആരുടെ ഡ്രസ്സാണ് അത്? ഫാത്തിമ ബീവിട്ടമാർക്കുള്ള ഡ്രസ്സല്ല, അത് ഐഷ ബീവിന്റെ ഡ്രസ്സും അല്ല, പിന്നെ അത് ഐശ്വര്യ റായിന്റെ ഡ്രസ്സാ, അല്ലെങ്കിൽ അത് മറ്റേ സിനിമ നടന്റെ ഡ്രസ്സാ, അല്ലെങ്കിൽ ഈ സീരിയലിലെ പെൺകുട്ടിയുടെ ഡ്രസ്സാ, അല്ലെങ്കിൽ ആ സീരിയലിലെ പെൺകുട്ടിയുടെ ഡ്രസ്സാ. അതാ നമുക്ക് വേണ്ടേ. നമ്മളെ കുട്ടി ഐഷ ബീവി ആവാൻ ആഗ്രഹമില്ല, ഫാത്തിമ ബീവി ആകാനും ആഗ്രഹമില്ല. നമുക്ക് നമ്മളെ കുട്ടി ഐശ്വര്യ റായി ആവണം അല്ലേ. കഴിച്ചില്ലേ? നീയത്തെന്താ? പ്രാർത്ഥന എന്താ? പടച്ചോനെ സാലിഹായ കുട്ടിയായി വളർത്തണേ. പ്രവർത്തനം എന്താ? പടച്ചോനെ എന്റെ കുട്ടി ഇങ്ങനെ ആവണേ. ചില ആൺകുട്ടികളെ തലയ്ക്ക് 1.5 വയസ്സുള്ള കുട്ടികളൊക്കെ ബാർബർ ഷോപ്പ് പോയിട്ട് ബാപ്പാര് മുടി വെട്ടി കൊടുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഇളമീൻ വെട്ടി കൗത്തിയച്ചമാർക്ക് ഇവിടെ ഇങ്ങനെ ചെത്തിയിട്ട് ഇവിടെ 4 മുടി. അതെന്ത്? മറ്റോന്റെ ടിവിയിലെ മറ്റോന്റെ മുടി അങ്ങനെയാണ്, ആ കളിക്കാരന്റെ മുടി ഇങ്ങനെയാണ്, ഇവിടെ ഈ ബന്റെ മുടി ഇങ്ങനെയാണ്, ആ സിനിമാ നടന്റെ മുടി എങ്ങനെയാണ്, അതേമാതിരിക്കാവണം എന്റെ കുട്ടി എന്ന് ആഗ്രഹിക്കുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ തല പമ്പരം ചെത്തണമാർക്ക് ചെത്തുക അല്ലേ.
എന്റെ കുട്ടി സ്വാലിഹായ കുട്ടിയാവണം, എന്റെ കുട്ടി മുത്തക്കിയായ കുട്ടിയാവണം, എന്റെ കുട്ടി മുസ്ലിമായ കുട്ടിയാവണം. നാളെ ഞാൻ മരിച്ചു വെറുങ്ങലിച്ച് കിടക്കുമ്പോ എന്റെ അടുത്ത് വന്നിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ കുട്ടിയാവണം. ആ നിലക്ക് എന്റെ കുട്ടിനെ വളർത്തട്ടെ എന്ന ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഇല്ല. വളരെ ചെറുപ്പാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ നന്നായി സംരക്ഷിക്കേണ്ട സമയം. നമ്മളൊക്കെ എപ്പോഴും കുട്ടികളെ കാര്യം ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കാൻ എപ്പോഴാണ് നിങ്ങൾ ഒരു 10-14 വയസ്സായി കുട്ടികൾ നമ്മളെ പിടുത്തം വിട്ട് നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെ ഓലെപ്പറ്റി പുറത്തുനിന്ന് ചില വർത്താനൊക്കെ കേൾക്കുമ്പോഴാ നമ്മുടെ കണ്ണ് നിലയിലാണ്. യുനെസ്കോ ഐക്യരാഷ്ട്രസഭയുടെ കീഴില് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകള് യുനെസ്കോ പറഞ്ഞ എന്താ നിങ്ങള് ആദ്യത്തെ 1000 ദിവസമാണ് ഒരു കുട്ടിയുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നത്. 260 ദിവസം ഉമ്മയുടെ ഗർഭത്തിലും ബാക്കി 2 കൊല്ലക്കാലം ഉമ്മയുടെ മുലയൂട്ടലിലും വളരുന്ന ആ 1000 ദിവസം ഉണ്ടല്ലോ, ആ 1000 ദിവസമാണ് ഒരു കുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കുന്നത്. ആ 1000 ദിവസങ്ങളിൽ അവന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടാകുന്ന, കടന്നു വരുന്ന, അവൻ കേൾക്കുന്ന, അവൻ കാണുന്ന, അവൻ അറിയുന്ന, അവൻ അനുഭവിക്കുന്നതാണ് അവന്റെ സ്വഭാവ രൂപീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലം എന്നാ പറഞ്ഞേ അല്ലേ? അപ്പോ വളരെ ചെറുപ്പത്തിലെ ഒരു കുട്ടി ജനിച്ചു വീണ അന്ന് മുതൽ ആ കുട്ടി സ്വാലിഹായ കുട്ടിയായി വളരണമെന്ന് ഉമ്മാക്കും ബാപ്പാക്കും നിയ്യത്ത് വേണം. അതിന്റെ ഒന്നാമത്തെ അടയാള ആ കുട്ടി ജനിച്ചു വീഴുമ്പോ പ്രവാചകൻ പറഞ്ഞ പോലെ നല്ല ഒരു പേര് കുട്ടിക്ക് കൊടുക്കുക, അവന്റെ മുടി കളയുക, അവന് വേണ്ടി ഒരു ബലിമൃഗത്തിനെ അറുക്കുക. വലിയ രസ. അർത്ഥോ കുട്ടിക്ക് അറക്കണില്ലേ? അറക്കണില്ല. എന്തേ? പൈസക്ക് ഭയങ്കര ടൈറ്റാണ്. പ്രസവ ആശുപത്രിയിലെ ഇനി 10-30,000 റുപ്യ അവിടെ ചെലവായി. ഇനിയിപ്പോ ഓളം നോക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ നിൽക്കണം. ഓക്കാണെങ്കിൽ 50,000 റുപ്യാണ്, താങ്ങാൻ കഴിയണില്ല. അതുകൊണ്ട് ഞാന് അറിവ് വേണ്ടാച്ചു. കട ഒരു ആടുമുട്ടിനെ വാങ്ങി അറുത്താ മതി, അതിനാകെ 4,000 റുപ്യ വരുള്ളൂ. എന്റെ അടുത്ത് പൈസ ഇല്ല, പൈസ ഇല്ലാതെ ഞാൻ അറക്കുക, ഞാൻ അറക്കണില്ല. ഒരു 10-35 ദിവസം കഴിഞ്ഞപ്പോണ്ടേ അങ്ങാടിയിലോ ജ്വല്ലറിന്റെ മുമ്പിൽ ഒരു കടലാസും കീസൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കണ്. എന്താടാ? ഒന്നുമില്ല, ഞാൻ ജ്വല്ലറിയിലെത്തും വന്ന്. എന്റെ കല്യാണം വല്ലതും ഉണ്ടോ? കല്യാണം ഇല്ലേ? പിന്നെ കുട്ടിന്റെ 40 നാളെ. അപ്പൊ ഈ 40 അന്ന് എന്തേലൊക്കെ വാങ്ങിയിട്ടില്ലെങ്കിൽ അത് പെരക്കാരെ ഒന്ന് കാണുമ്പോ ഒരു ബുദ്ധിമുട്ടാണ്. ഇതെന്താ വാങ്ങിയത്? ഞാൻ എന്താ വാങ്ങ? കൊല്ലത്തിനും വിലയാ. ഞാൻ എന്താ ഒരു മാല വാങ്ങി, എത്രയായി? ഓ സ്വർണ്ണല്ലേ, തൊട്ടാ പൊള്ളുന്ന വിലയാ. അതിനൊക്കെ ഒരു 10-35,000 റുപ്യ വിലയായി. എവിടെ എനിക്ക് ഈ പൈസ ഇല്ലാത്ത നേരത്തെ എവിടുന്ന പൈസ കിട്ടിയത്? അത് പൈസ ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റൂലല്ലോ. ഞാൻ തൽക്കാലം ബ്ലേഡിന്ന് കുറച്ച് പൈസ എടുത്ത് അള്ള പറഞ്ഞ 5,000 റുപ്യക്ക് ആടുംകുട്ടിനെ വാങ്ങി അറക്കാൻ പറഞ്ഞടുത്ത് പൈസ ഇല്ലാതെ അറിവ് മാറ്റിവെച്ച നമ്മള്. ഇബ്ലീസ് പറഞ്ഞു എന്റെ ആൺകുട്ടിന്റെ കൗത്തില് ഒരു സ്വർണ്ണമാല ഇട്ടാലേ ഉഷാറാകുള്ളൂ എന്ന് പറഞ്ഞപ്പോ ബ്ലേഡ് പോയിട്ട് ബ്ലേഡിന് വട്ടിക്ക് പൈസ വാങ്ങി 35,000 റുപ്യക്ക് സ്വർണ്ണമാല വാങ്ങി അള്ളാഹു ആൺകുട്ടികളെ ധരിപ്പിക്കരുത് എന്ന് പറഞ്ഞ ആ ആൺകുട്ടിന്റെ കൗത്തില് ആ സ്വർണ്ണമാലിട്ട് നമ്മൾ ആഘോഷിച്ചു. ഇപ്പൊ എന്തായി? നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കുട്ടിനെ തന്ന പടച്ചോൻ പുറത്തും, കുട്ടിനുണ്ടാവട്ടെ ഓനെ ഞാൻ നരകത്തേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞ് കാത്തിരുന്ന ഇബ്ലീസ് ഔത്തും. അല്ലേ? തുടക്കത്തിലെ പാളിച്ചേ ഞാൻ ഈ പറയണേ. നമ്മൾ അടുത്ത് വരുന്ന അബദ്ധങ്ങളാ പറയണേ. ഇഖ്ലാസ് ഉള്ള ഒരു നിയ്യത്തുമാണ്. എന്റെ കുട്ടി സാലിഹായി അള്ളാഹു പറഞ്ഞതുപോലെ എനിക്കുപകരിക്കുന്ന നാളെ സ്വർഗത്തിൽ എന്റെ വിരല് പിടിച്ച് സ്വർഗത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറാൻ മാത്രം തെക്കുവയുള്ള കുട്ടിയായിട്ടാവണം എന്റെ കുട്ടി വളരേണ്ടതെന്ന് ഒന്നാമത്തെ ദിവസം മനസ്സിലാഗ്രഹമുണ്ടാവണം. അല്ലാതെ മകൻ പഴിച്ചുപോയി കഞ്ചാവ് അടിച്ച് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചേക്കുമ്പോ ചെന്നുകാണ്ട് എന്റെ കുട്ടി പോയി പടച്ചോനെ എന്റെ കുട്ടിയെ നന്നാക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ആ പ്രാർത്ഥനക്ക് വല്ല കഥ ഉണ്ടാവില്ല. അപ്പോ ഞാൻ സൂചിപ്പിച്ചത് ഇഖ്ലാസ്. എന്താ ഇഖ്ലാസ് പറഞ്ഞാല്? ആത്മാർത്ഥത. എന്റെ കുട്ടി എനിക്കുപകരിക്കുന്ന, റബ്ബ് എന്നോട് കൽപ്പിച്ചതുപോലത്തെ സാലിഹായ കുട്ടിയാവണം. പേരിടുന്നോടത്ത് വരെ നല്ല പേരിടുക.
നല്ല പേര്. പ്രവാചകൻ പറഞ്ഞില്ലേ, അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അള്ളാഹുവിന്റെ പേരിനോട് ചേർത്ത് പറയാൻ പറ്റിയ പേരാ നല്ല പേര്. അതെന്നെ ഇടണമെന്നില്ല. അതെന്ന് പ്രവാചകൻ തന്റെ കുട്ടികൾക്ക് ഇബ്രാഹിം എന്ന് പേരിട്ട്, കാസിം എന്ന് പേരിട്ട് പേരിടാ. നല്ല അർത്ഥമുള്ള പേരാവണം, ചീത്ത അർത്ഥം ഉണ്ടാകരുത്, അത്രേ ഉള്ളൂ. അത് അറബി തന്നെ ആവണമെന്നില്ല. ഇബ്രാഹിം എന്നുള്ള പദമൊന്നും അറബിയല്ല, അറബി തന്നെ ആവണമെന്നില്ല. നല്ല അർത്ഥമുള്ള പേരാവുക, നല്ല അർത്ഥമുള്ള പേരാവുക, ചീത്ത അർത്ഥം ഉണ്ടാകരുത്. എന്താ അവളെ പേര്? അവളെ പേര് സാനിയ. ഓ, സെഡിന് ഭയങ്കര മാർക്കറ്റ്. അപ്പം എല്ലാ എസ്സും സെഡായി മാറിയിരിക്കണം. സാനിയ എന്ന് പറഞ്ഞാൽ വ്യഭിചാരിണി എന്നർത്ഥം. അള്ള പറഞ്ഞേ, നിങ്ങളെ കുട്ടികൾക്ക് മോശമുള്ള പേരിടരുത്. നാളെ പരലോകത്ത് അള്ളാഹു കുട്ടികളെ പേര് വിളിക്കുമ്പോ ബാപ്പാന്റെ പേര് ചേർത്താണ് വിളിക്കുക. എന്റെ മോളെ പേര് വിളിക്കുമ്പോഴേ, എന്റെ മോന്റെ പേര് വിളിക്കുമ്പോഴേ എന്നെ ചേർത്താ വിളിക്കുക. എന്റെ പേര് വിളിക്കുമ്പോ അലി ഷാക്കിർ ബിൻ ഹുസൈൻ, എന്റെ ബാപ്പാന്റെ പേര് ചേർത്താ വിളിക്കുക. അങ്ങനെ ആവുമ്പോഴേ ചീത്തയായ പേര് വിളിക്കുമ്പോ നിങ്ങൾക്കൊരു മാനക്കേടാ. അതുകൊണ്ട് നല്ല പേരിട്ടോളിന്നാ പറഞ്ഞേ. നല്ല പേര്. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, പെൺകുട്ടികളുടെ പേരിന്റെ കൂടെ മറ്റാരുടെയെങ്കിലും പേര് ചേർത്ത് വെക്കാൻ അനുവാദം ഉണ്ടെങ്കിലേ അത് ബാപ്പാന്റെ പേര് മാത്രാട്ടോ. ഭർത്താവിന്റെ പേര് ഭാര്യയുടെ പേരിനോട് ചേർത്ത് വെക്കരുത്. നാളെ ആ ഭർത്താവ് അല്ലാതായാൽ ആ പേര് മാറ്റാൻ കുറച്ച് പണിയാ. പിന്നെ അല്ലേ, കല്യാണം വരെ ബാപ്പാന്റെ പേര് രജിസ്റ്ററിൽ, കല്യാണക്കത്തിന്റെ പുറത്ത് പിന്നെ ഭർത്താവിന്റെ പേരിനോട് ചേർത്താ ആ ഭർത്താവ് ചിലപ്പോ മറ്റൊന്നാജ് പോയിക്കോ 3 ചൊല്ലി പറഞ്ഞാല് ആ പേര് വെട്ടാങ്ങൾ കുടുങ്ങും. നേരെ മറിച്ച് ബാപ്പാന്റെ പേരാണ് എഴുതിയാണ്ടല്ലോ, നിങ്ങൾ കത്തിയോണ്ട് അങ്ങോട്ട് ചെത്തി കളഞ്ഞാലും ബാപ്പന്നെയാ. അതുകൊണ്ട് പണ്ഡിതന്മാര്, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ അതിശക്തമായ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഒരു മറുപടിയായിട്ട് നമുക്കൊക്കെ കിട്ടിയതാ, ആൺകുട്ടിന്റെ ആവട്ടെ പെൺകുട്ടിന്റെ ആവട്ടെ ആ പേരിന്റെ കൂടെ ബാപ്പാന്റെ പേര് ചേർത്ത് വിളിക്കാം. നല്ല പേരിടുക മക്കൾക്ക്. എന്നിട്ടോ ഓരോ പ്രാർത്ഥനകളോടെ സാലിഹായിട്ട് വളർത്തുക, നല്ലത് പറഞ്ഞു. അപ്പൊ വലുതായിട്ടല്ലേ കുട്ടികളൊക്കെ വലുതാക്കൽ, നന്നായിട്ടല്ലേ, വലുതായിട്ടല്ലേ അല്ലേ. ഐക്യരാഷ്ട്രസഭ പറഞ്ഞേ, ആദ്യത്തെ 1000 ദിവസം 260 ഉമ്മാന്റെ ഗർഭത്തിലും ബാക്കിയുള്ള ദിവസം 2 കൊല്ലമായിട്ട് ഈ ദുന്യാവിലും ആ 1000 ദിവസത്തിലാണ്, ആ 1000 ദിവസത്തിൽ അവൻ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് അവന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത്. നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടിയല്ലേ, ഓണതൊന്നും അറിയില്ല, ഓണതൊന്നും കാണൂല, ഓതൊന്നും കേൾക്കൂല. നമ്മുടെ തലച്ചോറിന്റെ ഗ്രഹണ ശക്തിയേക്കാൾ 700 മടങ്ങ് ശക്തി ഉണ്ടത്രേ ഒരു ചെറിയ കുട്ടിയുടെ ന്യൂറോ, അതിന്റെ കഴിവിന്. പിന്നെ അത് വലുതായി ഇങ്ങനെ വരുമ്പോ ആ കഴിവ് കുറഞ്ഞിങ്ങനെ വരും. ഫ്രഷാണ്, ഭയങ്കര പവറായിന്. അന്ന് ഓൻ നോക്കും, ഓൻ കാണും, ആ കണ്ടതും കേട്ടതൊക്കെ ഓന്റെ മനസ്സിലെ അത് ചെറുങ്ങനെ സ്റ്റോർ ചെയ്യാ. പിന്നെ അതിൽ നിന്നാണ് അവന്റെ സ്വഭാവം രൂപീകരിക്കുന്നത്. അതുകൊണ്ട് ചെറുപ്പത്തിലെ നമ്മുടെ കുട്ടി നല്ലത് കാണുകയും നല്ലത് കേൾക്കുകയും ചെയ്ത് വളരട്ടെ. സാധാരണ പണ്ടൊക്കെ ആൾക്കാർ പറയാറുണ്ട്, കുട്ടികൾ നന്നാവണമെങ്കിൽ ഉമ്മാര് ചൊല്ലും ചോറും കൊടുത്ത് വളർത്തണം. എന്താ ചൊല്ലും ചോറും ഒക്കെ അറിയാം? എന്റെ അമ്മയൊക്കെ എന്റെ അഞ്ചന് ചോറ് കൊടുക്കുമ്പോ വൈകുന്നേരം പണി കയറി ഉമ്മ വന്നിട്ട്, അപ്പൊ അഞ്ച ഉറങ്ങാനയക്കും, ഉമ്മ വന്ന് ചോറ് വെച്ചിട്ട് പകുതി വെന്ത ചോറ് ഒരു പാത്രത്തിലിട്ട് അതിന്റെ സൈഡിൽ ചിലപ്പോ ശർക്കര അല്ലെങ്കിൽ ഒരു ഉള്ളിയോ ഉപ്പോ ഒക്കെ വെച്ചിട്ട് കുട്ടിനെ ഒക്കത്ത് വെച്ച് ഉമ്മ ബേജാറിൽ മുറ്റത്തേക്ക് ഇറങ്ങും. ഉറങ്ങും മുമ്പ് ചോറ് കൊടുക്കണ്ടേ. എന്നിട്ട് ഞാൻ ആകാശത്തേക്ക് അമ്പിളിമാമനെ ചൂണ്ടിക്കാണിക്കുമ്പോ മേപ്പെട്ട് നോക്കിയാൽ ഏത് മനുഷ്യനും വാ പൊളിക്കും. നിങ്ങളും നോക്കേണ്ടി, കൽപ്പിച്ചൂട്ടി അടച്ചാടയും അല്ലെങ്കിൽ വാ തുറക്കും. ആ തുറന്ന വായിലേക്ക് ഉമ്മ ഒരു ചോറിന്റെ ഉരുള വെച്ചു കൊടുത്തിട്ട് ചന്ദ്രനും സ്വർഗവും ബദ്രീങ്ങളും ഹൂറുള്ളീങ്ങളും സ്വർഗത്തിലെ തേനിന്റെ പുഴയും പാലിന്റെ പുഴയൊക്കെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴേ അതൊക്കെ കേട്ട് കുട്ടി അറിയാതെ ഈ ചോറൊക്കെ തിന്ന് ഉമ്മാന്റെ തോളിലോ മെല്ലെ ഉറങ്ങുമ്പോ ഉമ്മ മെല്ലെ കൊണ്ടുപോയിട്ട് കിടത്തിയിട്ട് ഉമ്മമ്മാന്റെ പണിക്ക് പോകും. പണ്ടങ്ങനെയാണ്. ഇന്നോ എന്റെ അയലൊക്കത്തെ കാക്ക പറഞ്ഞ്, ഇപ്പൊ രാവിലെ ചായയും ടിവിയാണ്, ഉച്ചക്ക് ടിവിയും ചോറുമാണ്, അന്തിക്ക് ചോറും ടിവിയാണെന്ന് പറഞ്ഞേ. ടിവി തുറക്കും ഉറക്കെ, കുട്ടി ടി വി ഒക്കെ തുറന്നിട്ട് ഹാ ഹീ അറിഞ്ഞ് ഈ കുട്ടി മൊയലൊക്കെ ചാടുമ്പോ കുട്ടിന്റെ തൊള്ളത്ര വലിപ്പുണ്ടാവും. അത് വലുതാകുമ്പോ ഉമ്മ ചോറിന്റെ ഉരുളിട്ട് കൊടുക്കും. ചിലപ്പോ കാണാൻ കുട്ടിക്ക് തരിപ്പ് പോണ്, ഉമ്മയും ടി വിക്ക് നോക്കിയിട്ടേ കുട്ടിന്റെ മൂക്ക് കൂടെ ഒക്കെ കൊടുത്തിരിക്കുക. എന്നിട്ട് ആകപ്പാടെ ഒരു പടച്ചു. നമ്മുടെ കുട്ടിക്ക് ഈ 2 വയസ്സ് പ്രായത്തില് ആ കുട്ടിന്റെ ഭക്ഷണത്തിന്റെ കൂടെ ഒരു നല്ല ചൊല്ല് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ട ഉമ്മാരെ എങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മന എങ്ങനെയാട്ടോ വെക്കുക, ഇങ്ങനെയാണ് സ്വർഗം ഉണ്ട് കേട്ടോ, സഹാബത്തുണ്ട്, ബദരീങ്ങളുണ്ട്,
ശുഹദാക്കളുണ്ട്, റസൂലുള്ള ഉണ്ട് കേട്ടോ. എന്ത് അല്ലോ അറിയണ്ടേ? അറിയില്ലല്ലോ. 9ാം ക്ലാസ്സിൽ നിന്ന് സ്കൂളിന്റെ ഗേറ്റിൽ നിന്ന് ആ മോറിന്റെ വെളുപ്പ് കണ്ടുകാണ്ട് എന്നിട്ട് കെട്ടിക്കൊടുന്ന നമ്മളെ ഓക്കെ ഇസ്ലാം ഉണ്ടോ അറിയില്ല, ഈമാൻ ഉണ്ടോ അറിയില്ല. സഹാബ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കുറിച്ച് ഒരു 10 മിനിറ്റ് അവനാന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ധൈര്യമുള്ള എത്ര അമ്മമാരുണ്ട് നമ്മുടെ കുടിയില്? അറിയോ? അറിയില്ലല്ലോ. നമുക്ക് സിനിമാ നടന്മാരെ കുറിച്ച് അറിയാം, ക്രിക്കറ്റ് കളിക്കാരെ കുറിച്ച് അറിയാം, ഫുട്ബോൾ കളിക്കാരെ കുറിച്ച് അറിയാം. ഇസ്ലാമിനെ കുറിച്ച് എന്താ അറിയാ? പഠിപ്പിച്ചിട്ടില്ല, ഒരു പഠിച്ചിട്ടില്ല. കല്യാണം കഴിച്ചപ്പോ ആരോ പറഞ്ഞിനി ഓക്കെ ആദർശമൊന്നുമില്ല, ദീനൊക്കെ കമ്മിയാണ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞറിയോ? അതൊക്കെ കല്യാണം കഴിച്ചാൽ ശരിയാക്കാം. നമ്മളാണ് ശരിയായിന്നല്ലാതെ ഒരു ശരിയായിട്ടില്ല, നമ്മൾ ശരിയാക്കിയിട്ടില്ല. അപ്പോ ഞാൻ സൂചിപ്പിച്ചത് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നോക്കുമല്ല, പണ്ട് നമ്മളൊക്കെ തൊട്ടിയിലിട്ട് കണ്ട് നമ്മുടെ ഉമ്മാരിങ്ങനെ ആട്ടുന്ന പാട്ട് കേട്ടില്ല നിങ്ങള്? ലാ ഇലാഹ ഇല്ലല്ലാഹു. നമ്മളെ ഉമ്മാക്ക് പാടാണെന്ന് അറിയില്ല ഇനി, എന്നാലും ഉമ്മാന്റെ ആ ഈണത്തില് നമ്മളെത്രങ്ങാനും ഉറങ്ങി അല്ലേ? ഇന്നിപ്പോ എന്ത് കേട്ടാ ഉറങ്ങുക നമ്മളെ കുട്ടികൾ എന്ത് കേട്ടാ ഉറങ്ങുക? ചില കുട്ടികളൊക്കെ ഉറങ്ങണമെങ്കിലേ ഇങ്ങനെ മൊബൈലില് നല്ല അടിപൊളി പാട്ട് ഓണാക്കിയാണ്ട് കുട്ടിന്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തുകാണ്ട് ഉമ്മ അടുക്കളയിൽ പോല അത് കേട്ടുകാണ്ട് ആ കുട്ടി ഉറങ്ങണേ. നന്നാവൂല കുട്ടിയൊക്കെ അല്ലേ? അപ്പോ നല്ല നല്ല പാഠങ്ങളും നല്ല മുലപ്പാല് കൊടുക്കുക. എന്നൊക്കെ കൂട്ടരെ ഈ മുലപ്പാല് പറഞ്ഞ എന്താ നിങ്ങള്? പണ്ടേ ഹിറ്റ്ലർ അതോ ജർമ്മനിയിൽ മുസോളിനി എന്തോ, ഞാൻ ആ ചരിത്രം മറന്ന്, അദ്ദേഹം ഈ സ്വതന്ത്രരായ ഒരു തലമുറ തന്റെ രാജ്യത്ത് ആരോടും കടപ്പാടില്ലാത്ത ഒരു സ്വതന്ത്രരായ ഒരു തലമുറ തന്റെ രാജ്യത്തുണ്ടാവാൻ ഒരു പരീക്ഷണം നടത്തിന. തന്റെ നാട്ടിലെ ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളുമായ ആണിനെയും പെണ്ണിനെയും നിർബന്ധപൂർവം അവരെ ലൈംഗികമായി ബന്ധപ്പെടുത്തിയിട്ട് അവരിൽ പിറന്ന കുട്ടികളെ മാതാപിതാക്കളെ കാണിക്കാതെ ഒറ്റകൾ വളർത്തിന. ബാപ്പാനിമാനി കാണിക്കുന്ന ചെയ്യാതെ ആ കുട്ടികളെ ഒരു പ്രത്യേക തലമുറയാകാൻ വേണ്ടി വളർത്തിയെടുത്തപ്പോ ആ കുട്ടികൾ വളർന്നു വന്നപ്പോ ഒക്കെ മന്ദബുദ്ധികളായിരുന്ന 1000 കുട്ടികൾ ഉണ്ടായിരുന്നത്രേ ഒന്നാമത്തെ പരീക്ഷയിൽ. ആ പരീക്ഷണത്തിൽ മൊത്തം മന്ദബുദ്ധികളായിന. ഭക്ഷണം കൊടുക്കായിട്ടല്ല, പഠിപ്പിക്കായിട്ടല്ല. എന്താ നിങ്ങള്? അള്ളാഹു ഈ കുട്ടിക്ക് ഈ ലോകത്ത് ഒന്നാമത്തെ നന്മയുടെ തുള്ളിയായിട്ട് അള്ളാഹു സൃഷ്ടിച്ച ആ മുലപ്പാല് കിട്ടാതെ പോയതിന്റെ ദുരന്താണ്. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞേ, നിങ്ങളെ കുട്ടിക്ക് 2 കൊല്ലം ശരിക്കും മുലപ്പാല് കൊടുക്കണം കേട്ടോ. അത് കൊടുക്കാൻ പറ്റാത്ത രോഗമോ മറ്റൊരു കുട്ടിയുടെ ജന്മമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരും ശരിക്ക് ആലോചിച്ച് നല്ല ഒരു തീരുമാനം എടുക്കണം കേട്ടോ എന്നാ പറഞ്ഞേ. കുട്ടികൾക്ക് പാല് കൊടുത്താല് ശരീരത്തിന്റെ സൗന്ദര്യം കുറയുമെന്ന് പേടിക്കുന്ന പെണ്ണും ആണും ശരീരം ഉടഞ്ഞു പോവും, ഓൻ നമുക്ക് കുപ്പിപ്പാല് കൊടുക്കാന്ന് പറഞ്ഞിട്ടേ ആ തകരപ്പാട്ടയിലെ പൊടി വാങ്ങി കലക്കി കൊടുത്താണ്ടല്ലോ. നമ്മുടെ കുട്ടിയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടമാണ്. അതുകൊണ്ട് ചെറുപ്പത്തിലെ നല്ല സ്നേഹത്തോടുകൂടി ആ മക്കളെ നമ്മൾ വളർത്തി വലുതാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമാവണം. ഹലാലായ ഭക്ഷണം കഴിക്കട്ടെ മക്കള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹറാമായ ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാകുന്ന മാംസമുണ്ടല്ലോ അത് നരകത്തിന് അവകാശപ്പെട്ടതാണ്. കൈക്കൂലിയും വേണ്ടാത്തരങ്ങളും മോഷണവും ആരാനെ പറ്റിച്ചുമുണ്ടാക്കുന്ന പണം കൊണ്ടാണ് നമ്മുടെ മക്കള് ബിരിയാണിയും റോസ്റ്റും അതേപോലെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതെങ്കിലേ നന്നാകാൻ പണികാരം. അപ്പോ ഹലാലായ കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കുമ്പോ ഹലാലായത് കൊടുക്കുക, ഹറാമ് കൊടുക്കരുത്. നാളെ നരകത്തില് ആ കുട്ടികളെ ഇട്ട് കത്തിക്കുന്ന രൂപത്തിലുള്ള അപകടകരമായ നമ്മുടെ വരുമാന മാർഗങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചുരുക്കട്ടോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹ്ലിൻ അഫ്ളല മിൻ അദദിൻ ഹസൻ. ശരിക്ക് കേട്ടോളി, അവനവന്റെ കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മൂല്യമുള്ള സാധനം തരങ്ങള് ഓന് 1 കോടി റുപ്യന്റെ ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കലല്ല, ഓന്റെ പേരില് 10 ഏക്കർ പറമ്പ് രജിസ്റ്റർ ചെയ്ത് വെക്കലല്ല, അവന് പണ്ടേൽ ബാങ്കിൽ വലിയൊരു സംഖ്യ ഇട്ട് വെക്കലല്ല. അദബുൽ ഹസൻ, മതപരമായ നല്ല മര്യാദകൾ ആ കുട്ടിക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലേ?
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെ ഒരു ചെറിയ കുട്ടി ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിലാണല്ലോ ഇരിക്കുക, വട്ടത്തിലായിരിക്കുക. അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഉള്ളി തിന്നാൻ തുടങ്ങിയപ്പോ പ്രവാചകൻ ആ കുട്ടിന്റെ കൈ പിടിച്ചു പറയണേ, യാ ഉലാം സമ്മില്ലാ വകുൽ ബിയമീനിക് വകുൽ മിമ്മാ യലീക്. മോനെ ബിസ്മില്ലയോ ചെല്ല്, എന്നിട്ടേ വലത്തെ കൈ കൊണ്ട് തിന്ന്, നിന്റെ മുമ്പെന്ന് മാത്രം തിന്ന്. ആ കുട്ടി പറയണേ, മരിക്കണ വരെ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ പ്രവാചകന്റെ ആ വാക്ക് എനിക്ക് ഓർമ്മ വരുന്ന അല്ലേ. അപ്പോ നല്ല ചെറുപ്പകാലം മുതലേ നല്ല മര്യാദകള്, നല്ല പാഠങ്ങള്, നല്ല കാര്യങ്ങള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നന്നാക്കാൻ. ഇപ്പത്തെ പുതിയ ഒരു സൈക്കോളജിന്റെ നമുക്ക് മനസ്സിലാവാത്ത സൈക്കോളജിയാ. എന്താ നിങ്ങള് കുട്ടികളോട് അരുത് എന്ന് പറയാൻ പാടില്ല എന്നാ. ഓ എന്ത് ചെയ്താലും ചെയ്തോട്ടെ, അതിന്റെ പിന്നിൽ എന്തേലും ഉണ്ടാകും, ഓനെങ്ങട്ട് വിട്ടളി എന്നാ പറഞ്ഞേ. ഓ അങ്ങനെ തെങ്ങുമ്മക്ക് ചൂണ്ടിക്കാണ്ട് ഔ എത്രങ്ങാനും വലിയ മാങ്ങ എന്ന് പറഞ്ഞാലേ, എടാ അത് മാങ്ങയല്ല തേങ്ങയാണെന്ന് പറഞ്ഞാല് ഓന്റെ മനസ്സ് വേദനിക്കും. അത്രേ 2 കൊല്ലം കഴിയുമ്പോൾ മനസ്സിലായിക്കോളും തെങ്ങുമ്പോ മാങ്ങ ഉണ്ടാവില്ല തേങ്ങ ഉണ്ടാവുള്ളൂ. അതുവരെ നമ്മൾ കാത്തിക്കണം എന്നാ പറഞ്ഞേ. കുട്ടികളെ തിരുത്താൻ പാടില്ല. അവരെന്താണോ ചെയ്യുന്നത്, ഒരുത്തനെ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ അവനെ പുറത്തിങ്ങനെ വരക്കുകയാണെങ്കിൽ ഓൻ ഭാവിയിൽ ഡോക്ടർ ആവാൻ സാധ്യതയുള്ള ആളാണെന്ന് വിചാരിച്ച, ഓ സ്കൂളിലെ ചോരൊക്കെ ഇങ്ങനെ മറ്റേ പെൻസിൽ കൊണ്ട് തുരക്കുകയാണെങ്കിൽ ഓ അടുത്ത കാലത്ത് കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കിയമാർക്ക് എഞ്ചിനീയർ ആവാനുള്ള ആളാണെന്ന് വിചാരിച്ച് ഓന് കാവലിക്കാനാ പറഞ്ഞേ അല്ലേ. ഒരു തമാശ കേട്ടിക്കണ്, ഒരു പേപ്പർ പരീക്ഷാ പേപ്പർ നോക്കുക, പുതിയ മാസ്റ്റർ. അപ്പൊ റിട്ടയർഡ് ആയ പഴയ മാഷ് വെറുതെ സ്കൂളിൽ ലോഗ്യം പുതുക്കാൻ വേണ്ടി സ്റ്റാഫ് റൂമിൽ വന്നിരുന്നതാ. അപ്പൊ ഒരു പേപ്പറിൽ ഒരു ചോദ്യം ഉണ്ട്, ഇന്ത്യയുടെ തലസ്ഥാനം എഴുതുക. ഈ മണ്ടൻ കുട്ടി എഴുതി വെച്ചിരിക്കണ ഇസ്ലാമാബാദ് എന്നാ. പക്ഷെ മാസ്റ്റർ അതിന് ശരിയിട്ട് കണ്ട് 1 മാർക്ക് കൊടുത്ത്. ഇത് കണ്ടപ്പോ നമ്മളെ പഴയ മാസ്റ്റർ മുടികെട്ട് നീച്ച്, ഇത് എന്ത് നോട്ടാ മാഷെ, ഇന്ത്യന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് എഴുതിയ കുട്ടിക്ക് ഓന് 2 പൂജ്യം കൊടുക്കണ്ടേ? ഓൻ ഇന്ത്യന്റെ തലസ്ഥാനം അറിയില്ല, പാകിസ്ഥാൻ തലസ്ഥാനം അറിയില്ല, പിന്നെ എന്തിനാ നിങ്ങൾ 1 മാർക്ക് ഓന് കൊടുത്ത്? അപ്പൊ പുതിയ മാസ്റ്റർ പറഞ്ഞു, മാഷെ ഇത് പഴയ മാർക്കല്ല പരീക്ഷ, ഇത് തുടർ മൂല്യനിർണയ. കഴിഞ്ഞ പരീക്ഷ നോക്കി, ഈ പരീക്ഷ നോക്കി, അടുത്ത പരീക്ഷ നോക്കി ആ മൂല്യം നിർണയിക്കണ്ടേ? കഴിഞ്ഞ പരീക്ഷക്ക് ഇവൻ ഇതേ ചോദ്യത്തിന് ലണ്ടൻ എഴുതിനെ, ഈ പരീക്ഷക്ക് ഇസ്ലാമാബാദിൽ എത്തിക്കണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പരീക്ഷ കൊണ്ട് ഡൽഹിക്കെത്തും. ഓന്റെ ബരവിനാണ് 1 മാർക്ക് കാരണം. നന്നാവൂലേ തലമുറ? നന്നാവൂലേ? പക്ഷെ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ച പാഠം എങ്ങനെയല്ല. സ്നേഹം കൊണ്ട് ആ കുട്ടികളെ മൂടുവാനും ആ സ്നേഹം കൊണ്ട് ശിക്ഷണം നൽകാനും പഠിപ്പിച്ച മതം നമ്മുടെ മതം. 7 വയസ്സുവരെ നിങ്ങളുടെ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ടും നിങ്ങളുടെ കുട്ടി നിസ്കരിക്കാൻ മടി കാണിക്കുകയാണെങ്കിൽ ഓനെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ അടിക്കണം. ഇന്ന് അടിക്കണം എന്നില്ല, ഹദീസോതി അർത്ഥം പറയാൻ പേടിയാ, പിറ്റേന്ന് പോലീസ് പിടിച്ചോണ്ടുപോകും അല്ലേ. സ്നേഹം, ആ അടി പോലും സ്നേഹത്തിന്റെ ഭാഗമാണ്. നമ്മളെ കുട്ടിക്ക് രോഗം വന്ന് ഡോക്ടർ പറഞ്ഞ് ഓ വലിയ കുഴപ്പമായിട്ട് മുഴണ്ട് കീറിക്കളയണം. നമ്മുടെ കുട്ടിയുടെ ആ വെണ്ണ പോലത്തെ ശരീരം കീറാൻ ഡോക്ടറുടെ മേശപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെ വെച്ചുകൊടുക്കാൻ കഴിയാ? എന്റെ കുട്ടിയുടെ ആ വെളുത്ത കയ്യില് ഡോക്ടറുടെ കയ്യിലെ കത്തി കൊണ്ട് കീറിയിട്ട് അതിന്റെ ഉള്ളിലെ മുഴ ഒഴിവാക്കണം. എന്റെ കുട്ടിയെ ഞാൻ എങ്ങനെ ഡോക്ടർക്ക് മുമ്പിൽ കീറാൻ പിടിച്ചു കൊടുക്കും? വെറുപ്പുണ്ടല്ലോ. എന്റെ കുട്ടിക്ക് അറിയണ ഒച്ച കേൾക്കാനല്ലോ, ഓന്റെ കണ്ണ് ചുവക്കണേ കാണാനല്ലോ, ഓന്റെ കവിള് ചുവക്കണേ കാണാനല്ലോ. എന്റെ കുട്ടിന്റെ ഒരു അപകടമുണ്ട്, ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലേ ഒപ്പലേശം വേദനിക്കണം. ആ വേദനിക്കാൻ വേണ്ടിയാ നമ്മൾ ഓനെ ഡോക്ടർക്ക് കൊണ്ടുപോയത്. ആ വേദനിച്ചിട്ടില്ലെങ്കിലേ പിന്നോൻ അതിലേറെ വേദനിക്കേണ്ടി വരും. 10 വയസ്സായിട്ടും എന്റെ കുട്ടി നിസ്കരിക്കണില്ലെങ്കിലേ വലിയൊരു രോഗമാണ് ബാധിച്ചിരിക്കുന്നത്. ആ രോഗം എന്താ അറിയോ? നിഫാക്ക് എന്നാണ് ആ രോഗത്തിന്റെ പേര്, കാപ്പട്യം. ആ രോഗത്തിന്റെ ഫലം താരങ്ങള് നരകത്തിൽ കടന്ന് കത്തിയെറിയുന്ന കുട്ടി. ആ നരകത്തിന്റെ തീജ്വാലയിലേക്ക് എന്റെ കുട്ടിയെ വലിച്ചെറിയാതിരിക്കണമെങ്കിൽ ഇന്ന് ചുള്ളല് കൊണ്ട് ചെറിയ വടി കൊണ്ട് 2 പൊട്ടിച്ചാല് ഓൻ പോയി നിസ്കരിക്കുമെങ്കിലേ അടിക്കണം ഞാന്. അതിന്റെ കുട്ടി കരയാനുള്ള ആഗ്രഹം കൊണ്ടല്ല. ഒരുപക്ഷെ ഓനെ അടിച്ചിട്ട് പിന്നെ നമ്മക്ക് ചിലപ്പോ രാത്രി നമുക്ക് സങ്കടം വരും. ഞാന് എന്റെ മോനെ അടിച്ചിട്ടേ എന്റെ ഭാര്യ പറഞ്ഞ് നിങ്ങൾ അടിച്ചു കുറച്ച് ഊക്ക് കയറിയാലോ, എനിക്ക് പിന്നെ കടന്നിട്ട് ഉറക്ക് വരുന്നില്ല. ഞാൻ എണീറ്റ് ചെന്ന് കുട്ടിയുടെ കാലുമ്മ അടിച്ച പാട് ഞാൻ തന്നെ തടവി കൊടുത്ത് കണ്ണ് നിറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ
സ്നേഹിക്കേണ്ടിടത്ത് സ്നേഹിക്കാനും, ശിക്ഷണം നൽകേണ്ടിടത്ത് ശിക്ഷണം നൽകാനും, ഉപദേശിക്കേണ്ടിടത്ത് ഉപദേശിക്കാനും, താലോലിക്കേണ്ടിടത്ത് താലോലിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മള് ഉത്തരവാദിത്വം നിർവഹിക്കുന്ന മാതാപിതാക്കളായിട്ട് മാറുക, അല്ലേ? അപ്പോ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അവസാനമായി എന്റെ അനുവദിച്ച സമയം തീരുക. അവസാനമായി എനിക്ക് പറയാനുള്ള എന്താ നിങ്ങള്, നമ്മളൊക്കെ കുട്ടി ആരാവണം എന്നാണ് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുള്ളത്. കുട്ടികളോട് ചോദിക്കും, ഡോക്ടർ, എഞ്ചിനീയർ, ഡ്രൈവർ, പല ആഗ്രഹം ഉണ്ടാവും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ കുട്ടി ആരാവണം? നമ്മുടെ കുട്ടി ആരാവണം? ആ ചോദ്യത്തിന്റെ മറുപടി എന്താ നിങ്ങള്? നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിച്ചു നിർത്തുമ്പോൾ ആ സ്വർഗത്തിലേക്കുള്ളവരുടെ കൂട്ടത്തിലേക്ക് ഞാൻ എത്തി നോക്കുമ്പോൾ എന്റെ മക്കളുടെ പ്രകാശിക്കുന്ന മുഖം അവിടെ എനിക്ക് കാണണം. പകരം ഞാൻ നോക്കി നിൽക്കെ ചങ്ങലകളിൽ ബന്ധിച്ച് മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ മുഖം നിലത്തുകൂടി വലിച്ചു കൊണ്ടുപോകുന്ന ആ ചോര പൊടിയുന്ന മുഖങ്ങളിൽ എന്റെ മക്കളുടെ മുഖമുണ്ടാവരുത് എന്നാഗ്രഹിക്കാൻ കഴിയണം. അതാവണം എന്റെ മക്കളെ കുറിച്ചുള്ള എന്റെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, പക്ഷേ അവൻ മുസ്ലിമായ ഡോക്ടർ ആവണം. ഒരുത്തന്റെയും വേദനക്ക് വില പറയാത്ത, ഒരുത്തനെയും ചതിക്കാത്ത, അനാവശ്യമായ മരുന്നുകൾ എഴുതി കൊടുത്ത് പണം കൊള്ളയടിക്കാൻ ശ്രമിക്കാത്ത, ഓപ്പറേഷൻ നടത്തി ആന്തരികാവയവങ്ങൾ കൊള്ളയടിക്കുന്ന ഒരു ദുഷ്ടനായ ഡോക്ടറായി എന്റെ കുട്ടി മാറരുത്. പാവങ്ങളെ സഹായിക്കുന്ന, വേദനിക്കുന്നവർക്ക് ആശ്വാസമാകുന്ന ഒരു നല്ല മുഅ്മിനായ ഡോക്ടറായി എന്റെ കുട്ടി മാറണം എന്നാഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ വഴി തെറ്റിയിട്ടില്ല, നമ്മൾ നല്ല വഴിയിലാണ്. അല്ല, ഏതെങ്കിലും നിലക്ക് എവിടെങ്കിലും പോയിട്ട് ഓന്റെ പേരിന്റെ മുമ്പ് ഒരു DR എഴുതി വെക്കണം, അത്രയേ ഉള്ളൂ, പിന്നെ എന്തായാലും മാണ്ടിയില്ല എന്ന് കരുതി ചൈനയിലോ റഷ്യയിലോ സൈബീരിയയിലോ എങ്ങട്ടത്തെ പറഞ്ഞയച്ച് ഓൻ ഡോക്ടറായി വരട്ടെന്ന് കാത്തിക്കുകയാണെങ്കിലേ കാര്യത്തിൽ പ്രശ്നക്കാരൻ, പെശകക്കാരൻ, അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങള് നമ്മുടെ കുട്ടികൾ പണം കായ്ക്കുന്ന മരങ്ങളാകാനാ. ഏറ്റവുമേറെ പണം കിട്ടുന്ന കോഴ്സിലേക്ക് മക്കളെ പറഞ്ഞേക്കുക. ആ മക്കളുടെ വളർച്ച, പഠനം, അവരുടെ ജീവിതം, അവിടെ ഇസ്ലാമുണ്ടോ, ഈമാനുണ്ടോ, തോന്നിയാസുണ്ടോ, അവിടെ നന്മണ്ടോ, തിന്മണ്ടോ എന്ന് ആരും നോക്കണില്ല. നമുക്ക് നമ്മളെ കുട്ടി നാളെ വന്നാല് ഓന് നല്ല പൈസ ഉണ്ടാക്കുന്ന ഒരു പണം കായ്ക്കുന്ന മരമായിട്ട് മാറണമെന്നേ ഉള്ളൂ. അതിന് എവിടെയും കൊണ്ടേക്കും. ബാക്കിയുള്ള വരുമ്പോലെ വരുന്ന വിചാരിക്കണേ. അങ്ങനെ വരുമ്പോലെ വന്നപ്പോ ഓൻ വന്ന കോലാപ്പത് ആടിയാടിയ വരുന്നേ, കണ്ണൊക്കെ ചൂന്നിക്കണ്, അല്ലേ? പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തില് പൊന്നാര സഹോദരന്മാരെ, സഹോദരിമാരെ ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഉമ്മാര്, നമ്മുടെ പെൺകുട്ടി നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കട്ടെ. അവരെ പിഴപ്പിക്കാൻ വേണ്ടി വലയൊരുക്കി കാത്തിരിക്കുന്ന ചതിയന്മാരെ കൊണ്ട് നമ്മുടെ ചുറ്റുപാട് നിറഞ്ഞിരിക്കുക. നമ്മുടെ വീട്ടില്, കുടുംബത്തില്, എല്ലായിടത്തും. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം, നമ്മുടെ പോലീസ് റിപ്പോർട്ട് പ്രകാരം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടതിൽ 60% സ്വന്തം വീട്ടിൽ വെച്ചാണ്, അടുത്ത ബന്ധുക്കളിൽ നിന്നാണ് എന്നാണ് കണക്ക്. സ്കൂളൊക്കെ പൂട്ടിയാലേ 8, 9, 7 പഠിക്കുന്ന കുട്ടികളെ അണ്ട് വിരുന്ന് പറഞ്ഞേക്കുക 4 ദിവസം അമ്മോന്റെ അടുക്ക്, എളാപ്പാന്റെ അടുക്ക്, അമ്മായിന്റെ അടുക്കൊക്കെ. നമുക്കൊന്ന് 2 ദിവസം പെരയിൽ ഒറ്റക്കാകാൻ വേണ്ടി. അവനാന്റെ മക്കള് പെരയിലുണ്ടെങ്കിൽ ശരിക്കും നോക്കാൻ വയ്ക്കണില്ല. പിന്നെ വിരുന്ന് എന്ന പെരയിൽ നോക്കാൻ ആരെക്കൊണ്ടാ കഴിയുക? അവിടെ മനസ്സിൽ രോഗമുള്ള ഒരുത്തുണ്ടെങ്കിലേ, നമ്മളെ സ്ഥാപനത്തിൽ വന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടി ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, എല്ലാം നടക്കും. ടീച്ചർ പറഞ്ഞു സ്കൂൾക്ക് പറഞ്ഞേക്കണ്ട. നമ്മൾ ആ കുട്ടിയെ വിളിച്ച് അങ്ങനെ നിരന്തരമായി സംസാരിച്ചപ്പോ കുട്ടി കഥ പറയല്ലേ, ഉമ്മ മരിച്ചിക്കണ്, ബാപ്പ വീട്ടില് ബാപ്പയുള്ളേ, ബാപ്പയുടെ മുമ്പ് വേറൊരു പെണ്ണെട്ടീനി, അതിൽ 2 ചെക്കന്മാരുണ്ട്. ചെക്കന്മാര് മാറി മാറി വരുമത്ര ഈ പെൺകുട്ടിന്റെ അടുത്ത്. 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിന്റെ അടുത്ത്. ഓക്കെ അറിയില്ല എന്താണ്. ബാപ്പാനോട് പറഞ്ഞപ്പോ ബാപ്പ പറഞ്ഞോലോ, അത് ആരോടും പറയണ്ട. അവസാനം അന്തിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കടന്നുറങ്ങിയിട്ട് രാവിലെ ആരോ ബസ്സേറ്റി വിട്ടാ ചുങ്കത്തർക്ക് പോയിക്കോ, അങ്ങനെ വന്നത്. ഞാൻ പറഞ്ഞു രക്ഷിതാവില്ലാതെ മോളെ ചേർക്കാൻ പറ്റൂല. മോള് പറഞ്ഞു എനിക്ക് രക്ഷിതാവില്ല. ഇത് പുറത്തു വരുന്ന കേസുകളെ, പുറത്തു വരാതെ പറഞ്ഞൊതുക്കുന്ന കേസുകൾ എത്രയാ?
അവനവന്റെ കുടുംബത്തിൽ വേണ്ടാത്തരം ചെയ്തിട്ട് അവസാനം കുടുംബക്കാർ കൂടിയിട്ട് ഓനെ ഗൾഫിക്കും കയറ്റി വിട്ട് ഓളപ്പുറത്ത് എസ്തിങ്ങാനേക്ക് കൊണ്ടുപോയി. എത്ര കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. പെൺകുട്ടികളെ ഉമ്മമാരെ, ഞങ്ങളെ തന്നെ പറയണേ, പെൺകുട്ടികൾ ഒരു നിമിഷം പോലും നിങ്ങളുടെ മെമ്മറിയുടെ റഡാറിൽ നിന്ന് നിങ്ങളുടെ കുട്ടികൾ അകന്നു പോകരുത്. ഒരു നിമിഷം എന്റെ കുട്ടി എവിടെയാന്ന് ചോദിച്ചാൽ ഇന്നോടത്തുണ്ട് എന്ന് പറയാൻ പൊന്നാരന്മാരെ നിങ്ങൾക്ക് കഴിയണം കേട്ടോ. ഓൾ എവിടെയാണാവോ, രാവിലെ പോയതാണ്, ഓൾ ഇന്നലെ പോയതാണ്, നാളെ വരെക്കാരം ആജാതി കണക്കൂട്ടി പറഞ്ഞാലേ നമ്മുടെ മക്കള് കരിമ്പിൻ ചണ്ടിയാവും. എല്ലാം ഊറ്റിയെടുത്ത കരിമ്പിൻ ചണ്ടികളായി മാറും. ഒരു കുറച്ച് വിദ്യാഭ്യാസം കുറഞ്ഞാലും വേണ്ടില്ല, ഓളെ ചൊറുക്ക് കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല, പെൺകുട്ടികളെ കൂടെ നിർത്തി വളർത്തിക്കൊള്ളണം. പാവ നമ്മുടെ കുട്ടികളെ. ഈ ബലിപെരുന്നാൾ സമയത്ത് തമിഴ്നാട്ടിലെ ചില ചന്തയിൽ പോയാലേ ഈ ആന്ധ്രയിൽ നിന്ന് കൂടുന്ന വലിയ കാളകളുണ്ടാവും. ഭയങ്കര കാള, ഇങ്ങനെ കൊമ്പൊക്കെ അരക്കാണ്ടല്ലോ, തലക്കണ കുലിക്കാല് ചന്ത മുഴുവൻ ഇങ്ങനെ കുലുങ്ങും. ആ ജാതി 3 ലക്ഷം 4 ലക്ഷമൊക്കെ വിലയുള്ള കാള കണ്ട പേടിയാവും. പക്ഷെ ആ കാളന്റെ അടുത്ത് പോയിട്ടേ, അതിന്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് ആ തൂങ്ങിക്കിടക്കുന്ന താടയിൽ ഇങ്ങനെ തട്ടിക്കൊടുത്താലേ ആ കാള കാണാ തലയൊക്കെ താത്തി നമ്മളെ കൂടെ ഇങ്ങനെ മുട്ടി ഉരുമ്പി ഇങ്ങനെ നിൽക്കും. നല്ല രസം കാണാം. ഇതുപോലെ നമ്മുടെ കുട്ടികൾ കണ്ട എന്താ വലിപ്പം നിങ്ങള് നല്ല തൊള്ളക്കണ കേട്ടാ പോലെ ആകപ്പാട് വിചാരിച്ചു. പക്ഷെ ഒരു 50 പൈസന്റെ മുട്ടായി വാങ്ങിക്കൊടുത്ത് മോളെ ഇവിടെ വാന്ന് പറഞ്ഞാണ്ടേ പുറത്തിങ്ങനെ തലോടിയാല് ഓളിങ്ങനെ നിൽക്കും. ഓക്കെ അറിയില്ല ഇത് ചെയ്യുന്നവന്റെ മനസ്സിന്റെ ഉദ്ദേശം എന്താ. നമ്മുടെ കുട്ടികൾ നിഷ്കളങ്കരാ. ആ നിഷ്കളങ്കരായ മക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി വലവിരിച്ച് കാത്തിരിക്കുന്ന കഴുകന്മാരുടെ എണ്ണം ഏറെ വർദ്ധിച്ചു വരുന്ന ഈ കാലത്തെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആർക്കെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടാവുകയും ആർക്കെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടായി ഫലം യഇദ്ഹാ വലം യൂസിർ വലഹു അലൈഹാ അദ്ഖലഹുൽ ജന്ന, അവളെ നിന്ദിക്കാതെ, അവളെ പീഡിപ്പിക്കാതെ, അവളോട് അനീതി കാണിക്കാതെ ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കിയാൽ അദ്ഖലഹുൽ ജന്ന, അല്ലാഹു അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്ന. അപ്പോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഒരൊറ്റ വാക്കിൽ ഞാൻ ചേർത്ത് പറയാം. മക്കൾ അല്ലാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്, അതോടൊപ്പം തന്നെ പരീക്ഷണമാണ്, അതോടൊപ്പം തന്നെ ഒരു അമാനത്താണ്, അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുക്കളായി മാറിയേക്കാം. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നല്ല നീയത്തോടെ, ഇഖ്ലാസോടെ, ഈ ദുന്യാവിൽ എനിക്ക് ഉപകരിക്കുന്ന, ഞാൻ മരിച്ചാൽ നാളെ ഖബറിൽ എനിക്ക് സമാധാനമാകുന്ന, നാളെ റബ്ബിന്റെ മുമ്പിൽ പരലോകത്ത് എനിക്ക് ആശ്വാസമാകുന്ന സ്വാലിഹായ മക്കളായി എന്റെ മകൻ വളരണമെന്ന ആഗ്രഹത്തോടെ അതിനാവശ്യമായ മര്യാദകളും പാഠങ്ങളും അറിവുകളും ശ്രദ്ധയും കൊടുത്ത് നമ്മുടെ മക്കളെ വളർത്തുക. മൊബൈൽ ടിവിയൊന്നും മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കാതെക്കാൻ പറ്റൂല. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി വാപ്പ എനിക്ക് ഫോൺ വേണം പറഞ്ഞാലേ അത് കൊടുത്തില്ലെങ്കിലേ നാളെ നിങ്ങളെ കുട്ടിനെ കാണാൻ കിട്ടൂല. എന്റെ പേരിൽ ടിവി ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ടിവി ഒക്കെ വലിച്ചൊഴിവാക്കിയാലേ കുട്ടികളെ അയലോകത്ത് പോയിട്ട് ടിവി കാണും. ടിവി ഉണ്ടായിക്കോട്ടെ, മൊബൈൽ ഉണ്ടായിക്കോട്ടെ, ഇന്റർനെറ്റ് ഉണ്ടായിക്കോട്ടെ, കമ്പ്യൂട്ടർ ഉണ്ടായിക്കോട്ടെ, ഇതൊക്കെ കാണും. പക്ഷെ അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാവണം. അരുതാത്തത് കുട്ടികൾ കാണരുത്, അരുതാത്തത് കേൾക്കരുത്, അരുതാത്തത് ആസ്വദിക്കരുത്. അതിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലാവണം. ഇപ്പൊ കുട്ടികളെ എന്നിട്ട് വെറുതെ വിട്ടിട്ടേ 10 വയസ്സ് കഴിഞ്ഞിട്ട് കൂട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാൽ കിട്ടൂല. ഇപ്പൊ തന്നെ കൂടെ നിർത്തണം അല്ലേ? അങ്ങനെ ഉത്തരവാദിത്തമുള്ള, നല്ല നീയത്തുള്ള, നല്ല ഇഖ്ലാസുള്ള, നല്ല ലക്ഷ്യമുള്ള നല്ല മക്കളായി തീരാൻ മാതാപിതാക്കൾ പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം, കഠിനമായി ശ്രമിക്കണം. അല്ലാഹു നല്ല മക്കളുടെ മാതാപിതാക്കളാവാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. തിന്മയുടെ കുത്തൊഴുക്കുള്ള ഈ ലോകത്ത് നമ്മുടെ മക്കളെ നന്മയുടെ പാതയിൽ വളർത്തുവാനുള്ള കഴിവും കരുത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. 5 നേരം നമസ്കരിക്കുന്ന, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, മനം നൊന്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഇഖ്ലാസുള്ള മക്കളായി നമ്മുടെ മക്കളെ വളർത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. വേണ്ടാത്തതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ആ വേണ്ടാത്തരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ മാത്രം പക്വതയുള്ള ഈമാനുള്ള മക്കളായി നമ്മുടെ മക്കളെ വളർത്താൻ അള്ളാഹു നമുക്ക് കരുത്തും കഴിവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ല സ്വാലിഹായ മക്കളുടെ മാതാപിതാക്കളായി ജീവിച്ച് നാളെ സ്വർഗത്തിലും നമ്മുടെ മക്കളെ കണ്ണു നിറയെ കണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു
നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.